സോ ഞാനൊരു ഫോക്കസ് എടുത്തത് മിനിസ്ട്രി ബിൽഡിംഗ് ഇൻ ജീസസ് യൂത്ത്. ഐ ട്രൈ ടു ബി വെരി ക്വിക്ക്, അല്ലെങ്കിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയേണ്ട ഒരു ഏരിയയാണ്. എൻ്റെ സമയം ഹാഫ് ആൻ അവർ എന്നാണ് എന്നോട് പറഞ്ഞത്, 30 minutes എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഐ വിൽ ക്വിക്ക്ലി ഗോ ഇൻ ടു ഇറ്റ്. ഒന്ന്, ഞാൻ വിചാരിച്ചു കർത്താവ് എപ്പോഴും ഈ പാരബിൾസിൽ വിത്ത്, മരം, ചെടി, ഇത് കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു ഇമേജാണ്. ചെടി എന്ന് പറയുന്നത്, അല്ലെ ട്രീസ് എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടൊരു ഉപമകളുടെ കാര്യത്തിൽ വീണ്ടും വീണ്ടും ദൈവരാജ്യത്തെ എന്തിനോട് ഉപമിക്കാം? കർത്താവിനെ സ്ട്രഗിൾ ചെയ്യുകയാണ്. ദൈവരാജ്യത്തെ ഞാൻ എന്തിനോട് ഉപമിക്കും? ഒരു വിത്ത് വിതച്ച് വളരുന്നത് പോലെ. ഞാനിപ്പോൾ മർക്കോസ് 4:26 പറയുന്നത്, ഒരാള് ഒരു വിത്ത് വിതച്ചിട്ട് എങ്ങനെ വളരുന്നെന്ന് അറിയാൻ പാടില്ല. കർത്താവ് അങ്ങനെയാണ് പറയുന്നത്, എങ്ങനെ വളരുന്നെന്ന് അറിയാൻ പാടില്ല. അതാ, ഒരു ചെറിയ നാമ്പ് വരും, ചെടിയാകും, വളരും, അവസാനം അത് ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ കർത്താവ് വളരെ ഉപയോഗിക്കുന്നൊരു, അപ്പോൾ ഒരു വിധത്തിൽ ഈ വളർച്ച, ഈ വിത്ത് വിതയ്ക്കലും അല്ലെങ്കിൽ ഒരു കമ്പ് നടലും വളർച്ചയും ഒക്കെ, ഇതെല്ലാം ഒരു മിനിസ്ട്രിയുടെ, അല്ലെങ്കിൽ കർത്താവ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മിനിസ്ട്രിയുടെ ഒരു സൂചനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീസസ് യൂത്ത് ഇതുപോലൊരു വളരുന്ന ഒരു ചെടി പോലെയാണ്. അതൊരു മിനിസ്ട്രിയാണ്, അല്ലെങ്കിൽ കുറേ മിനിസ്ട്രികളുടെ ഒരു കൂട്ടായ്മയാണ്. പിന്നെ മിനിസ്ട്രികൾ വളരാനുള്ള ഏറ്റവും നല്ലൊരു വയലാണ് ജീസസ് യൂത്ത്. ഇറ്റ്സ് എ ഗുഡ് ഫീൽഡ് ഗ്രോത്ത്. അപ്പോൾ വേറൊരു അപകടം കൂടിയുണ്ട്. ഒരു ചെടി വളരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മിനിസ്ട്രികൾ മുന്നേറ്റത്തിൽ വളരുന്നില്ലെങ്കിൽ, ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ, അതിനർത്ഥം ജീസസ് യൂത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൂട്ടായ്മ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മിനിസ്ട്രികൾ വളരണം, പുതിയ മിനിസ്ട്രികൾ ഉണ്ടാകണം, പുതിയ നാമ്പുകൾ ഉണ്ടാകണം. ഈ പുതു നാമ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്, ഞാൻ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോവുകയും കാണുകയൊക്കെ ചെയ്യുമല്ലോ. ഞാനിപ്പോൾ 2 ദിവസമായിട്ടില്ല ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ട്. അപ്പോൾ എൻ്റെ ഉറക്കക്ഷീണമൊന്നും തീർന്നിട്ടില്ല, ജെറ്റ് ലാഗ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഓരോടത്ത് ചെല്ലുമ്പോഴും ധാരാളം പേര്, ഇപ്പോൾ 2-3 ദിവസം ഞാൻ ഇവിടെയുള്ളൂ, അടുത്തത് ഞാൻ വേറൊരു റീജിയനിലേക്ക് പോകും. എൻ്റെ ജീവിതത്തിൽ പല റീജിയനുകളിൽ പോകുക, പലരുമായിട്ടിരിക്കുക. അപ്പോൾ ഓരോരുത്തർ ചെല്ലുമ്പോഴും കാണുന്ന ഒരു പുതിയ മിനിസ്ട്രികൾ. ഈ ദിവസങ്ങളിൽ US ഞങ്ങൾ കാര്യമായി സെലിബ്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാര്യമായി സംസാരിക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. അതിൻ്റെ പേര് ആൽഫ ക്രൂച്ചിസ്. പേര് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അതായത് വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ, അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ്റെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മിനിസ്ട്രി. ജീസസ് യൂത്തിൽ അവർ ലോഞ്ച് ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ ഇമെയിലുകളൊക്കെ പോവുകയും, ഈ വ്യാഴാഴ്ചയാണ് അവർ ആദ്യമായി ഒരു വെബിനാർ നടത്താൻ പോകുന്നത്. അതായത് പ്രശ്നങ്ങളുള്ള, ഫിസിക്കലി മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെ എൻകറേജ് ചെയ്യാം, അതിനുവേണ്ടി ഒരു മിനിസ്ട്രി. അതല്ലെങ്കിൽ കുട്ടികളില്ലാത്ത, അങ്ങനെയുള്ളവരെ സംബന്ധിക്കുന്ന, അത് ഇവിടുത്തെ ശക്തമായൊരു മിനിസ്ട്രിയാണ്. ഇവിടെയുള്ള പ്രോജക്റ്റ് ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി. എന്തൊക്കെ തരം മിനിസ്ട്രികളാണ് ജീസസ് യൂത്തിൽ കാണുന്നത്. ഞാനിപ്പോൾ ഈ ദിവസങ്ങൾ ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പറയും, ഷെൽട്ടൻ എന്നോട് പറയുകയായിരുന്നു, 2-3 ചെറുപ്പക്കാരോട് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ്. ഈ ആർട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുള്ളവർ ഒരു ഏരിയയിൽ അവർ എല്ലാ ആഴ്ചയിലും കൂടുന്നു. ഇഷ്ടമുള്ള ആർട്ടിസ്റ്റിന് വരാം, ആർട്ടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. ജീസസ് യൂത്ത് ആവണമെന്നൊന്നുമില്ല, ആർക്കും വരാവുന്നൊരു കാര്യം. അപ്പം ഞാനീ പറയുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള മിനിസ്ട്രികൾ വളരുക, സ്പ്രൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അത് നമ്മുടെ കൂട്ടായ്മയുടെ ആരോഗ്യത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ചോദ്യങ്ങൾ വരുന്നു, വാട്ട് ഇസ് ജീസസ് യൂത്ത് മിനിസ്ട്രി? എങ്ങനെയാണത് തുടങ്ങുന്നത്? എങ്ങനെയാണത് വളരുന്നത്? ഇനി എങ്ങനെ ഇത് ബിൽഡപ്പ് ചെയ്യാം? വളരെ ക്വിക്കായിട്ട് ഞാൻ ഈ കാര്യങ്ങളിലേക്കൊന്ന് കെയർ ചെയ്യും. മിനിസ്ട്രികളെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയാം, എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ നമുക്ക് സമയം ഉണ്ടാകാം. ഞാൻ ആദ്യം എടുക്കുന്നത് പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു കൊട്ടേഷനാണ്.
ഇത് പോപ്പാകുന്നതിന് മുമ്പ് അദ്ദേഹം അന്നത്തെ ഈ അവരുടെ കോൺക്ലേവ് കൂടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷെയറിങ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ നോട്ട്സിൽ നിന്ന് എടുത്തതാണ് ഞാനത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, 2 വാക്കുകളാണ്. ഒന്ന് സെൽഫ് റെഫറൻഷ്യൽ, 2 മിഷനറി. നമ്മൾ ഈ സെൽഫ് റെഫറൻഷ്യൽ, നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് സെൽഫ് റെഫറൻഷ്യൽ ആകാം. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോകാനുള്ളൊരു ആധ്യാത്മികത, ഞാൻ നന്നാകാനുള്ളൊരു ആധ്യാത്മികത. ഞാൻ നന്നാകണം, ഞാൻ സ്വർഗത്തിൽ പോകണം. പക്ഷെ എൻ്റെ ആധ്യാത്മികതയുടെ കേന്ദ്രം സ്വർഗത്തിൽ പോക്കും കുർബാന കൂടലും നന്നാകലും മാത്രമാണെങ്കിൽ അപകടമാണ്. When church does not go out of herself to evangelize, or when she becomes self-referential, ഞാൻ എൻ്റേത് എന്നിലേക്ക് ഇതാവുമ്പോൾ she grows ill. ജീസസ് യൂത്ത് അതുപോലെ തന്നെ. നമ്മൾ ജീസസ് യൂത്ത് കെട്ടിപ്പടുക്കാനായിട്ട് നമ്മുടെ ജീസസ് യൂത്ത് പ്രാർത്ഥനയും ജീസസ് യൂത്ത് ഗ്രൂപ്പും ജീസസ് യൂത്തും ഇങ്ങനെയായി തീരാൻ പോയാൽ, എന്നിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഉപമ ഇതാണ്, ആ കൂന് പിടിച്ച ഒരു സ്ത്രീയെ ഇടക്ക് കാണുന്നുണ്ട് അല്ലേ, ഒരു കൂന് പിടിച്ചൊരു സ്ത്രീ ഈശോ സുഖപ്പെടുത്തുന്നത് അതുപോലെയായി തീരും. The evil which appear throughout history in the church institutions are rooted in self-referentiality. ഈ സഭ സ്വന്തം കെട്ടിപ്പടുക്കുന്ന, പള്ളി പണിയുന്ന, അല്ലെങ്കിൽ കെട്ടിടം പണിയുന്ന, ആളെ കൂട്ടുന്ന, സംഘടന വലുതാക്കുന്ന, ഇതാണ് സഭയെ നശിപ്പിച്ചത്. എ കൈൻഡ് ഓഫ് തിയോളജിക്കൽ നാർസിസിസം. സൈക്കോളജിയിൽ പറയുന്നൊരു വാക്കാണ് നാർസിസിസം എന്ന് പറയുന്നത്. ഞാൻ എൻ്റേത്, എന്നെ തന്നെ നോക്കിയിരിക്കുന്ന, കണ്ണാടിയാണ് എനിക്ക് ഏറ്റവും വലുത്, എൻ്റെ സൗന്ദര്യം നോക്കിയിരിക്കുക. നമ്മൾക്ക് സൗന്ദര്യമൊക്കെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അപകടമാണ്. പക്ഷേ ഇത് മാത്രമായി പോയാൽ, അല്ലെങ്കിൽ ഇതിലാകുന്ന എന്തെങ്കിൽ, ഇതാണ് നാർസിസിസം. കഥയുണ്ട്, ഞാൻ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ഗ്രീക്കുകാരുടെ ഒരു കഥയാണ് നർസീസസിൻ്റെ കഥ. ഈ നാർസിസിസം ഇതാകരുത് സഭ. അതിന് ഓപ്പോസിറ്റാണ് മിഷനറി. ഇനി ഞാൻ ചില വാക്കുകൾ, നമ്മൾ ഈ മിനിസ്ട്രികളെ കുറിച്ച് പറയുന്ന ചില വാക്കുകൾ, ഒരു 8-9 വാക്കുകൾ ഞാൻ എടുക്കുകയാണ്. ഒന്ന്, മിഷൻ മിനിസ്ട്രി. നമ്മൾ മിഷനാണ്. മിനിസ്ട്രി എന്തിനാണ്? മിഷനാണ്. മിനിസ്ട്രി എന്ന് വെച്ചാൽ നമുക്കറിയാം ആ വാക്കിൻ്റെ അർത്ഥം സർവീസാണ്, സേവനം എന്നുള്ള വാക്കാണ് മിനിസ്ട്രി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അത് ദൗത്യവുമായി ബന്ധപ്പെടുന്നതാണ്. 2, ബാഡ് ന്യൂസ് ആൻഡ് ഗുഡ് ന്യൂസ്. നമ്മളെപ്പോഴും ഗുഡ് ന്യൂസ് എന്ന് പറയും, സദ്വാർത്ത. പക്ഷെ നമ്മൾ എങ്ങനെയോ നമ്മൾ സദ്വാർത്തയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ബാഡ് ന്യൂസാണ്. ചില ദുർവർത്തമാനമുള്ളത് കൊണ്ടാണ് സദ്വാർത്തയുള്ളത്. അപ്പോൾ അതായത് ചുറ്റുപാടും അന്ധകാരമുള്ളതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് കർത്താവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പം സുവിശേഷത്തിന് തൊട്ട് മുമ്പൊരു ദുവിശേഷം എന്ന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ വാക്കണ്ടെന്ന് പറയുമ്പോൾ ദുവിശേഷം അല്ലേ, ദുഃഖകരമായ ഒരു വിശേഷമുണ്ട്. അപ്പോൾ മിനിസ്ട്രികൾ തുടങ്ങുന്നതും സുവിശേഷം തുടങ്ങുന്നതുമെല്ലാം നമ്മൾ കാണുന്ന അസ്വസ്ഥതകൾ കാണുമ്പോഴാണ്. അസ്വസ്ഥത കണ്ടാലേ മിനിസ്ട്രിയെ കുറിച്ചുള്ള ചിന്ത വരുള്ളൂ. നിങ്ങളും UAE നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ, അതായത് നിങ്ങൾ പണ്ട് ക്യാമ്പുകളിൽ പോകാൻ തുടങ്ങുന്നത്, അവിടെ കുറേ ചേട്ടന്മാർ വളരെ അസ്വസ്ഥരായി കഴിയുന്നുണ്ട്. അവിടെ കുറേ കുട്ടികൾ അവർക്ക് ലക്ഷ്യം, കുറേ വീട്ടമ്മമാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ബാഡ് ന്യൂസാണ്. കുറേ കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഈ ബാഡ് ന്യൂസിൻ്റെ ഇടയിലാണ് മിനിസ്ട്രി വളരുന്നത്. അവിടുത്തെ ഒരു സിനഡൽ പ്രോസസ്സിലൂടെയാണ് മിനിസ്ട്രി ഉണ്ടാകുന്നത്. 3, വിളി. മിനിസ്ട്രി വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അല്ലെങ്കിൽ അഭിഷേകം, ആത്മാഭിഷേകം. ഒരു വിളി, ഈ ഒരു വിളി അനുഭവിക്കലും എനിക്ക് ധാരാളം സഹായിച്ചിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ്. ഞാൻ ഡിഗ്രിക്ക് ഞാൻ തുടങ്ങുന്ന കാലത്ത്, വെച്ചാൽ ഏതാണ്ട് 50 വർഷമായി എൻ്റെ തുടക്കത്തിൻ്റെ 50 വർഷമാകുന്നു ഇപ്പോൾ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ദൈവാനുഭവത്തിലേക്ക് വന്ന് പ്രേ ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞങ്ങൾ പ്രേ ഗ്രൂപ്പിൻ്റെ 50ാമത്തെ വർഷം ആഘോഷിച്ചു. നിങ്ങളെല്ലാവരും ഇൻ്റർനെറ്റിൽ കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഏറെ താമസിയാതെ തുടങ്ങിയതാണ് അവിടുത്തെ ചേരി പ്രദേശത്തേക്ക് പോകാനായിട്ട്, പാവപ്പെട്ടവരത്തേക്ക് പോകാനായിട്ടുള്ള ഒരു മിനിസ്ട്രി. ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ഓരോ ആഴ്ചയിലും
ഒന്ന് ഇരുന്നിട്ട് ഈ ഒരു വിളി, അഭിഷേകം ഒന്ന് അനുഭവിക്കണം. നമുക്കൊരു മിനിസ്ട്രി ഉണ്ടെങ്കിൽ ആ മിനിസ്ട്രി മിനിസ്ട്രി ആരംഭിക്കുന്നത് വെളിയിൽ നിന്നാണ്. മിനിസ്ട്രി ശക്തി പ്രാപിക്കുന്നത് വീണ്ടും വീണ്ടുമുള്ള ഈ ഒരു വിളി കേൾക്കുന്നതിൽ നിന്നാണ്. 3 കൂട്ടായ്മ. 4 കൂട്ടായ്മ. കൂട്ടായ്മയുണ്ടെങ്കിലേ, കൂട്ടായ്മയിൽ നിന്നാണ്. ഞാൻ എന്താണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ഒരു ഉദ്ധരണി ഞാൻ പിന്നീട് ഉപയോഗിക്കാം. കൂട്ടായ്മയിൽ നിന്നാണ് ദൗത്യം വരുന്നത്, മിനിസ്ട്രി വരുന്നത്. മിനിസ്ട്രിയും കൂട്ടായ്മയാണ്. ഇനി മിനിസ്ട്രി എന്താണ് ചെയ്യുന്നത്? സ്നേഹം കെട്ടിപ്പടുക്കുകയാണ്, കൂട്ടായ്മ കെട്ടിപ്പടുക്കുകയാണ്, വേറൊന്നുമല്ല. 5 വരദാനങ്ങൾ, ഗിഫ്റ്റ്സ്, കാരിസംസ്. വ്യക്തികളുടെ കാരിസമുണ്ട്, കൂട്ടായ്മയുടെ കാരിസമുണ്ട്, മുന്നേറ്റത്തിൻ്റെ കാരിസമുണ്ട്. കാരിസം. 6 ഇനിഷ്യേറ്റീവ്. അതിന് പറ്റിയ നല്ല വാക്ക് മലയാളത്തിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാൽവയ്പെന്നോ തുടക്കങ്ങളെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ഇനിഷ്യേറ്റീവ്, തുടക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജീസസ് യൂത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഗ്രാസ് റൂട്ട് ഇനിഷ്യേറ്റീവാണ്. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു റോമിൽ വെച്ച് ഒരു യൂത്ത് കൺസൾട്ടേഷൻ ജീസസ് യൂത്ത് ഓർഗനൈസ് ചെയ്തു നമ്മൾ. അപ്പോൾ അന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്തത്, എനിക്ക് ഏറ്റവും അധികം താല്പര്യം തോന്നിയത്, അന്ന് എല്ലാവരും തന്നെ സംസാരിച്ചത് എങ്ങനെയാണ് ജീസസ് യൂത്തിലൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങുന്നത്, എങ്ങനെയാണ് ഇനീഷ്യേറ്റീവ് വളരുന്നത്. ഈ ഇനീഷ്യേറ്റീവാണ് മിനിസ്ട്രി ആയിത്തീരുന്നത്. ഞാൻ നമ്മുടെ സ്റ്റാറ്റ്യൂട്ട്സിൽ നിന്ന് കൊട്ടേഷൻ ഉപയോഗിക്കാം. എങ്ങനെയാണ് ഇനിഷ്യേറ്റീവ് മിനിസ്ട്രി ആവുന്നതെന്ന്. 7 ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകത. ആത്മാവ് നൽകുന്ന ക്രിയാത്മകത, പുതുമ, പുതിയ കാര്യങ്ങൾ മിനിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 8 സഹകരിക്കുക, കൂട്ടായ്മ, ഒരു ടീമാകുക, ഒന്നിച്ച് പ്രവർത്തിക്കുക മിനിസ്ട്രിയിൽ പ്രധാനപ്പെട്ടതാണ്. 9 തുടർച്ച, വളർച്ച, ആഴപ്പെടൽ. ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് കുറേ സംസാരിക്കാവുന്നതാണ്. എങ്കിലും ഞാൻ ചില വാക്കുകൾ ഇട്ടു തരികയാണ്. നിങ്ങളുടെ ചർച്ചകളിലൊക്കെ നിങ്ങൾക്ക് ഈ വാക്കുകൾ കൂടുതൽ എടുക്കാവുന്നതാണ്. അടുത്ത ഞാൻ തുടരുന്നു. ഇതും ഏറെ സംസാരിക്കാവുന്നതാണ്, എങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ച് മാത്രം പോകുന്നു. നമ്മൾ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കർത്താവാണ് തുടങ്ങുന്നത്, ദൈവമാണ് തുടങ്ങുന്നത്, ത്രിത്വൈക ദൈവമാണ്. പിതാവ് പുത്രനെ അയക്കുന്നു. പുത്രൻ്റെ ഒരു മിനിസ്ട്രി ഉണ്ട്. പിതാവും പുത്രനും കൂടി പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. ഇനി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ എന്നെ അയക്കുന്നു. അതാണ് സഭ. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് കർത്താവാണ് അയക്കുന്നത്. അയക്കുന്ന, അല്ലെങ്കിൽ മിഷൻ എന്ന് പറയുന്നത് ഇതാണ്. മിസ്സിയോ എന്ന് വെച്ചാൽ ദൗത്യവാഹകൻ. അയക്കുന്നതാണ് മിഷൻ. ദൈവമാണ് അയക്കുന്നത്. നമ്മുടെ മിനിസ്ട്രിയുടെ ഒരു ഭാഗം അതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ത്രിത്വിക ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലണം. 2 അത് വ്യക്തിപരമാണ്. ഞാൻ അറിയണം ഓരോ വ്യക്തിയും. നമ്മൾ പ്രത്യേകിച്ച് ജീസസ് യൂത്തിൽ ചിലപ്പോഴെങ്കിലും ഞാൻ പറയാറുണ്ട്, ടീമുകളും കൗൺസിലുമാണ് കൊല്ലുന്നത് മിനിസ്ട്രികളെ. അഭിഷേകം കിട്ടി മനുഷ്യർക്കൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ചിലർ പറയുന്നത് ഇത് ജീസസ് യൂത്തിൻ്റെതല്ല, ഇത് നമ്മുടേതല്ല, നമ്മുടേത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അടക്കാൻ പോയാൽ ധാരാളം സ്ഥലങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നത് മിഷൻ വളരാത്തത്, നമ്മൾ എന്താണ് മിഷൻ എന്ന് ചിലരുടെ ചിന്തയാണ്, പ്രത്യേകിച്ച് നേതൃത്വത്തിലുള്ളവരുടെ ചിന്തയാണ്. ചിലപ്പോഴെങ്കിലും ഞാൻ പറയും സ്ട്രോങ് ലീഡേഴ്സ് ഉണ്ടാകരുത്. സ്ട്രോങ് ലീഡേഴ്സ് ഉണ്ടെങ്കിൽ നാശമാണ്. കൂട്ടായ്മയും നശിക്കും, പിന്നെ മിഷനും ഇല്ലാതാകും. മറിച്ച് കേൾക്കുന്ന, കൂടെ ഇരിക്കുന്ന, ചിലപ്പോഴെങ്കിലും കൺഫ്യൂഷനുള്ള ലീഡേഴ്സ് ഉണ്ടാകണം. ഇയാൾ വന്ന് പറയുന്നു ഇന്നത്, ഞാനൊക്കെ എന്തൊക്കെ കേൾക്കാറുണ്ട്, ഇന്നും കേൾക്കുന്നു. ഈ റെക്സ് ബാൻഡൊക്കെ തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ടൈമർഷിപ്പ് തുടങ്ങിയത്, ഓരോ കാര്യങ്ങളും തുടങ്ങുമ്പോൾ ഈ വന്ന് പറയുമ്പോൾ അത് ആദ്യം കേൾക്കുമ്പോൾ നടക്കാത്ത കാര്യം, കുഴപ്പമേ ഇത് കാണാൻ പറ്റുള്ളൂ. നമുക്ക് പക്വത ഇല്ലാത്തതാ. ഈ പക്വത ഇല്ലാത്തതാണ് ഒട്ടുമുക്കാൽ മിനിസ്ട്രികളുടെയും തുടക്കം. അപ്പോൾ ഈ വ്യക്തികളുടെ വിളി. 3 കൂട്ടായ്മ. ഞാൻ പറഞ്ഞു, അയക്കുന്നത് കൂട്ടായ്മയാണ്, വളരുന്നത് കൂട്ടായ്മയാണ്. ഇനി ഈ മിഷൻ, എന്തിനാണ് മിഷൻ? കൂട്ടായ്മ കെട്ടിപ്പടുക്കാനും ഈ ലോകം കൂട്ടായ്മയാകാനാണ് മിഷൻ. 6
സമൂഹം, ലോകം അയക്കപ്പെടുന്നത് അങ്ങോട്ടാണ്. അതാണ് എന്താ വയല്. അപ്പം നമ്മൾ സമൂഹം മറന്നാൽ, വയല് മറന്നാൽ മിനിസ്ട്രി ഇല്ല. വയലാണ് ഓർക്കേണ്ടത്. പിന്നെ ജീസസ് യൂത്ത്. നമുക്ക് നമ്മുടെ ഒരു ശൈലിയുണ്ട് കേട്ടോ. നിങ്ങൾ ചുമ്മാ മിഷൻ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സഭ നമുക്ക് തന്നിരിക്കുന്നൊരു, അല്ലെങ്കിൽ ദൈവം ജീസസ് യൂത്തിന് തന്നിരിക്കുന്നൊരു രീതിയുണ്ട്. നമുക്ക് ആ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല. ചിലർ പറയുമല്ലോ, ഞാൻ ജീസസ് യൂത്ത് ഒന്നും പറയുന്നില്ല, ഞാൻ മിഷനറിയാണ് എന്നൊക്കെ പറഞ്ഞാൽ വിവരക്കേടാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെയൊന്നും മിഷനൊന്നും ആരും തന്നിട്ടൊന്നുമില്ല. അതൊക്കെ മാർപ്പാപ്പയാണ് ചെയ്യേണ്ടത്. നമുക്കൊരു ജീസസ് യൂത്ത് മിഷനേ ഉള്ളൂ. ജീസസ് യൂത്ത് കൂട്ടായ്മയുടെ ശൈലിയെ നമുക്കറിയാൻ പാടുള്ളൂ. അതല്ലാതെ ഒന്നും നമുക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ഗിവൺ മിഷനാണ് കൂട്ടായ്മയിൽ. അവിടെയാണ് അപ്പം ഞാൻ എൻ്റെ മിഷൻ കണ്ടെത്തേണ്ടത് ജീസസ് യൂത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്, ആ കൂട്ടായ്മയിലാണ്. ഞാൻ തുടരുന്നു. ഇത് നിങ്ങൾക്ക് വളരെ ആലോചിക്കാവുന്ന, പ്രാർത്ഥിക്കാവുന്ന, വളർത്താവുന്ന ഒരു ഏരിയയാണ് ഞാൻ ഈ പറയുന്നത്, ഡയമെൻഷൻസ് ഓഫ് മിനിസ്ട്രി. ഞാൻ സ്റ്റാറ്റ്യൂട്ട്സിലേക്ക് ഒന്ന് പെട്ടെന്ന് പോവുകയാണ്. നമ്മൾ സ്റ്റാറ്റ്യൂട്ട്സ് എടുത്ത് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ മുഴുവൻ മിനിസ്ട്രിയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി തന്നെ എന്തിനാണ് ജീസസ് യൂത്ത്? അതാണ് ആദ്യം ചോദിക്കേണ്ടത്. എന്തിനാണ് ഈ ജീസസ് യൂത്ത്? നമ്മുടെ സ്റ്റാറ്റ്യൂട്ട്സ് 5, 6, 7 3 പറയുന്നുണ്ട്, 5, 6, 7 പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ജീസസ് യൂത്ത് ലക്ഷ്യമാക്കുന്നത് മനുഷ്യരെ കർത്താവിൽ നവീകരിക്കാൻ. 2, വിശുദ്ധിയിൽ വളരാൻ, ഗ്രോത്ത് ഇൻ ഹോളിനെസ്. 3, പ്രിപ്പയർ ദം ഫോർ അപ്പോസ്റ്റലേറ്റ്. അപ്പോസ്റ്റലേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മിനിസ്ട്രി എന്നും മിഷൻ എന്നുമാണ് കേട്ടോ. ഞാൻ അടുത്ത സ്ലൈഡിൽ ഞാൻ അപ്പോസ്റ്റലേറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് മിനിസ്ട്രി എന്ന് ഉപയോഗിക്കുന്നുണ്ട്. പ്രിപ്പയർ ദം ഫോർ മിനിസ്ട്രി. അവരെ മിനിസ്ട്രിക്ക് ഒരുക്കുക, അവരെ കർത്താവിൽ നവീകരിക്കുക, വിശുദ്ധിയിൽ വളർത്തുക, മിനിസ്ട്രിയിൽ അയക്കുക. ഇതാണ് ജീസസ് യൂത്ത്. വേറെ ഒന്നിനുമല്ല ജീസസ് യൂത്ത്. അത് സഭയിൽ. ഇനി 7ാമത്തെ സ്റ്റാറ്റ്യൂട്ട്സ്, ഇത് ഞാൻ പറയുന്നത് ജീസസ് സ്റ്റാറ്റ്യൂട്ട്സ് തന്നെയാണ് പറയുന്നത്. ഇനി ദ അസോസിയേഷൻ സ്ട്രൈവ്സ് ടു കൾട്ടിവേറ്റ് ഇൻ ദ മെമ്പേഴ്സ്. ഈ മനുഷ്യരിൽ ഒന്ന് മിഷനറി ഡിസൈപ്പിൾഷിപ്പ്, പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇത് വളർത്താനായിട്ടാണ്. മിഷനറി, ദൗത്യബോധമുള്ള ശിഷ്യത്വം. എന്നിട്ട് അവരെ സന്തോഷമുള്ള സാക്ഷികളാക്കാൻ, ജോയ്ഫുൾ വിറ്റ്നസ്സസ് ആക്കാൻ. അവിടെ എന്തിന്? ഈ ലോകത്തിന് സദ്വാർത്ത കൊടുക്കാൻ, ഇന്നത്തെ ലോകത്തിൽ സദ്വാർത്ത കൊടുക്കാൻ. നിങ്ങൾ UAE-ലോ ലോകത്തിൽ എല്ലായിടത്തും സദ്വാർത്ത കൊടുക്കാൻ. ഇത് മിനിസ്ട്രിയിലോ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ജീസസ് യൂത്തിന് ഈ ലക്ഷ്യങ്ങൾ? ഇതിന് പറഞ്ഞത് എന്തിനാണ് ജീസസ് യൂത്ത്? ഇനി എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും? 8ാമത്തേത്, ഇത് വീണ്ടും 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 നിങ്ങൾ വായിക്കേണ്ടതാണ് കേട്ടോ. എത്ര പ്രാവശ്യം വായിച്ചാലും ധാരാളം കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഒറ്റ ഇത് എന്ന് പറഞ്ഞാൽ. ജീസസ് യൂത്ത് എങ്ങനെയാണ് സുവിശേഷവൽക്കരണം നടത്തുന്നത്? ഞാൻ പറഞ്ഞു മിനിസ്ട്രി എന്നുള്ളൊരു വാക്ക് ഇല്ല. കാരണം സഭ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് പുരോഹിതരുടെ മിനിസ്ട്രിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്റ്റലേറ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. മിഷൻ എന്നും മിനിസ്ട്രി എന്നും ഒക്കെ അർത്ഥമാക്കാം അപ്പോസ്റ്റലേറ്റ്. പക്ഷെ ഞാൻ അതിന് മിനിസ്ട്രി എന്നുള്ള വാക്കിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇറ്റാലിക്സ് ഇടുന്നത്. ജീസസ് യൂത്ത് എങ്ങനെയാണ് സുവിശേഷവൽക്കരണം നടത്തുന്നത്? ഒന്ന്, വ്യക്തികളുടെ മിനിസ്ട്രിയിലൂടെ. നമ്മൾ ഓരോ വ്യക്തിക്കും മിനിസ്ട്രി ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ടീം അല്ലെങ്കിൽ ലീഡേഴ്സ് പറയരുത്, ഏയ് ഇത് ജീസസ് യൂത്തിൻ്റെ അല്ലതെന്നും പറയരുത്. ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായ മിനിസ്ട്രി ഉണ്ട്. അത് നമ്മൾ വളർത്തണം. ചിലർക്ക് നമുക്ക് മനസ്സിലാകുക പോലും ഇല്ല. 2, ഗ്രൂപ്പ് മിനിസ്ട്രി. കുറച്ച് പേര് ഒന്നിച്ചൊന്ന് ചെയ്യുന്ന മിനിസ്ട്രി ഉണ്ട്. 3, ഫോർമൽ മിനിസ്ട്രി, ഔപചാരിക. അവിടെയാണ് നമ്മൾ ക്യാമ്പസ് മിനിസ്ട്രി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ ഗ്രൂപ്പ് മിനിസ്ട്രി? നമ്മൾ 2-3 പേര് കൂടെ, ചിലപ്പോൾ നമ്മൾ പറയുകയാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ സന്ദർശിക്കാൻ പോകാം, നമ്മൾ 3 പേരും കൂടെ മതി. ഞാൻ എന്തോരം മിനിസ്ട്രി ഇങ്ങനെ കണ്ടിരിക്കുന്നു. അവിടെയുള്ള നമുക്ക് ടൂറിസ്റ്റുമായിട്ട് സംസാരിക്കാനൊന്ന് പോകാം, കൊള്ളാം, നല്ല കാര്യം. അല്ലെങ്കിൽ പാർക്കിൽ പോയിരുന്ന് ചുമ്മാ പാട്ട് പാടാം, ഗുഡ്. നമുക്ക് 2 പേർക്കും കൂടി 3-4 പേർ കൂടി നമുക്ക് എന്തിനെങ്കിലും വേണ്ടി ഫാസ്റ്റ് ചെയ്യാം, നല്ലൊരു കാര്യം. 3, ഫോർമൽ മിഷൻസ്. അങ്ങനത്തെയാണ് ഒരു ഗ്രൂപ്പ് മിനിസ്ട്രിയുടെ, ഫോർമൽ മിനിസ്ട്രിയുടെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ക്യാമ്പസ് മിനിസ്ട്രി തുടങ്ങുന്നു, അത് തുടരുന്നു, അത് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. പ്രോജക്റ്റുകൾ,
നമ്മൾക്ക് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോഴെങ്കിലും നമുക്കൊരു സോഷ്യൽ പ്രോജക്റ്റ് എന്നൊക്കെ ചിന്ത വരും. നമുക്കറിയാം, നമുക്ക് ഔട്ട്റീച്ച് ചൈൽഡ് സപ്പോർട്ട്, OCS ഉണ്ട്, പലതരം പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ ജീസസ് യൂത്ത് ഇങ്ങനെയാണ് അതിൻ്റെ ലക്ഷ്യം വെക്കുന്നത്. എന്നിട്ട് അത് തുടരുകയാണ്. എ ജീസസ് യൂത്ത് മിനിസ്ട്രി ഓർ അപ്പോസ്റ്റലേറ്റ് ബിഗിൻസ്. അതെങ്ങനെയാണ് തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അത് തുടങ്ങുന്നത് ഇറ്റ്സ് എൻ ഇനീഷ്യേറ്റീവ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. പലപ്പോഴും ഒരാളാണ് ഈ ഒരു ആശയമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ ഇവിടെ ആൽഫ ക്രൂച്ചസ്, അതായത് വെല്ലുവിളികൾ നേരിടുന്ന ഫിസിക്കലി മെൻ്റലി ചാലഞ്ച്ഡ് കുട്ടികളുടെ പേരൻസിനെ ഒന്ന് സഹായിക്കാൻ. അത് സംഭവിച്ചത് കഴിഞ്ഞ മാസം അമേരിക്കയിലെ ലീഡേഴ്സിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു മീറ്റിങ്ങിനിടയ്ക്ക് ഉച്ചയ്ക്ക് ഒരു ടേബിളിൽ, ശനിയാഴ്ച ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഞാനുണ്ട് ടേബിളിൽ. അവിടെ വേറൊരാൾ ഒരു പ്രൊഫസറാണ്. പുള്ളി ഈ പറയുന്ന സോഷ്യൽ വർക്കിൻ്റെ പ്രൊഫസറാണ്. പുള്ളിയുടെ സ്പെഷ്യലൈസേഷൻ ഇതുപോലെ വെല്ലുവിളിക്ക് നേരിടുന്ന കുട്ടികളാണ്. വേറെ ഷെറിൻ, കാലിഫോർണിയയിൽ നിന്നുള്ള ഷെറിൻ്റെ ഒരു കുട്ടി ചാലഞ്ച്ഡാണ്. വേറൊരു പെണ്ണ്. ഞങ്ങൾ 4-5 പേരുന്ന് ചുമ്മാ സംസാരിച്ച് വരുമ്പോഴാണ് കുറച്ച് നേരം കൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനമായ ഒരു മിനിസ്ട്രിയായി. അതിനുള്ളൂ. ഞങ്ങൾ ഇങ്ങനെയാണ് മിനിസ്ട്രി തുടങ്ങുന്നത്. ആരുടെയോ ഒരു ആശയം. ഇവിടെ ഫുൾ ടൈം മിഷൻ തുടങ്ങുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നത്, അൽഫോൺസ് ജോസഫ് എന്നോടൊന്ന്, അൽഫോൺസ് ജോസഫ് അല്ല, സന്തോഷ് ജോസഫ് എന്നോട് വന്നിട്ട് കാക്കനാട് വെച്ച് സംസാരിക്കുന്നത്, എടി ചേട്ടാ റെക്സ് ബാൻ എങ്ങനെയാണ് തുടങ്ങിയത്? ഒരാളുടെ ആശയം വേറെ വളരെ ഏറ്റുപിടിച്ചു, എല്ലാം അതുപോലെ. അപ്പോൾ ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ചിലപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ ഇറ്റ് സെർവ്സ് എസ് എ പ്ലാറ്റ്ഫോം ഫോർ. എന്തിനാണ് ഈ മിനിസ്ട്രി? ഒന്നിച്ച് വളരാൻ. നമ്മൾ വളരുന്നത് ഒരു മിനിസ്ട്രിയിലൂടെ വളരുള്ളൂ. മിനിസ്ട്രി ഇല്ലെങ്കിൽ വളർച്ചയില്ല. 2, അത് കർത്താവിനെ പങ്കുവയ്ക്കാൻ. കർത്താവിനെ പങ്കുവയ്ക്കുക, സുവിശേഷം പങ്കുവയ്ക്കുക, മനുഷ്യരെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക. എങ്ങനെ? യൂസിങ് നമ്മുടെ ടാലൻസ് ആൻഡ് ഗിഫ്റ്റ്സ്, നമ്മുടെ പ്രത്യേകതകൾ ഉപയോഗിക്കുക. എനിക്കിഷ്ടം കൂട്ടുകൂടാനാണ്, അതാണ് എൻ്റെ ഗിഫ്റ്റ്. എനിക്കിഷ്ടം പാട്ട് പാടാനാണ്. എനിക്കിഷ്ടം ഭക്ഷണം വെക്കാനാണ്. എനിക്കിഷ്ടം ആരെങ്കിലുമൊക്കെ സഹായിക്കാനാണ്. ഇതൊക്കെയാണ് നമ്മൾ വളർത്തേണ്ടത്. ഇനി അതിനൊരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു സ്ഥലത്ത്, ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ മിനിസ്ട്രികൾ മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. ജീസൂത്തിലൊന്നും നമുക്ക് ഒരു മിനിസ്ട്രി നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാം, പരസ്പരം എൻകറേജ് ചെയ്യാം. പക്ഷെ ഓരോ കോണ്ടെക്സ്റ്റിൽ UAE ചെയ്യുന്നത് നമുക്ക് ജർമ്മനിയിൽ പറ്റില്ല. എന്നിട്ട് അവസാനത്തെ വാക്യം, ഇറ്റ് സീക്സ് ടു എംപ്ലോയ് ഡേ ടു ഡേ ലൈഫ്. നമ്മുടെ അനുദിന ജീവിതമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കണം. ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് ആസ് മീൻസ് ഓഫ് ഇവാഞ്ചലൈസിങ് ആൻഡ് സയൻറ്റിഫിക്കേഷൻ ഓഫ് ദ വേൾഡ്. ഈ ലോകത്തെ നവീകരിക്കാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കണം. ഇനി സ്റ്റാറ്റ്യൂട്ട്സിൽ പലതരം മിനിസ്ട്രികളെ കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, ലൈഫ് സിറ്റുവേഷൻ ബേസ്ഡ്. 63-ാമത്തെ പറയുന്നുണ്ട്. ലൈഫ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഫാമിലീസ്, വിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റി മിനിസ്ട്രി, വർക്കിംഗ് പ്രൊഫഷണൽസ്. ഞാൻ നാട്ടിൽ ചെന്നപ്പോഴും അവരുടെ കൂടെ ഇരിക്കുക, നമുക്ക് അല്ലെങ്കിൽ UAE-ലുണ്ടെന്ന് എനിക്കറിയാം, ബിസിനസ്സുകാരൊന്നിച്ച് വരുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സുകാരുടെ കിടക്ക് ഒന്ന് ജോലിക്കാരൊന്നിച്ച് വരുന്നുണ്ട്. ഒരു സമയത്ത് ഈ ജീവിതത്തിൽ വളരെ ആക്റ്റീവായിരുന്നു കടലിൽ പോകുന്ന, വഞ്ചിയിൽ മീൻപിടുത്തത്തിന് പോകുന്നവരുടെ മിനിസ്ട്രി. ഞാൻ മേരാമർ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്താണ് ഞാൻ കൊണ്ടുപോയത്, ചേർത്തലയിൽ. വളരെ ആക്റ്റീവായിരുന്ന ഒരു സമയത്ത്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ലൈഫ് സിറ്റുവേഷൻ ബേസ്ഡ്, കുട്ടികൾ, ടീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ടാലൻറ്റ് ബേസ്ഡ്, ആർട്ട്, മ്യൂസിക്, സ്നേഹിക്കാൻ ഇഷ്ടമുള്ള, കൂട്ടുകൂടാൻ ഇഷ്ടമുള്ള, മീഡിയ, എന്തുമാകാം, ടാലൻറ്റ് ബേസ്ഡ്. മറ്റൊന്നുകൂടി ഞാൻ പറയും, ഫൗണ്ടേഷണൽ മിനിസ്ട്രീസ്. സ്റ്റാറ്റ്യൂട്ട്സിൽ പറയുന്നില്ല. നെറ്റ്വർക്കിംഗ്, പല മിനിസ്ട്രികളെയും അല്ലെങ്കിൽ പല മിനിസ്ട്രികളിലെയും നെറ്റ്വർക്കിംഗ് വരും. പലരെയും കണക്ട് ചെയ്യുക, പലതരം ആളുകളെ ഒന്നിച്ചു കൊണ്ടുവരിക, നെറ്റ്വർക്കിംഗ്. ഇൻ്റർസെഷൻ വളരെ പ്രധാനപ്പെട്ടത്. എടുത്തു പറഞ്ഞാൽ എല്ലാ മിനിസ്ട്രികളിലും ഉണ്ടാകേണ്ട, എല്ലാവരും ചെയ്യേണ്ട, എന്നാൽ ചിലരത് പ്രത്യേകമായിട്ട് ചെയ്യും, എന്നാൽ എല്ലാവരും ചെയ്യേണ്ടതാണ് നെറ്റ്വർക്കിങ്ങും ഇൻ്റർസെഷനും സർവീസും. ജീസസിന് ആദ്യകാലങ്ങളിലുള്ള ഒരു പ്രധാന മിനിസ്ട്രി ആയിരുന്നു സർവീസ് മിനിസ്ട്രി. ഇപ്പോഴും ചിലയിടത്ത് സജീവമാണ്. ഞാൻ ഈ ദിവസങ്ങൾ അമേരിക്കയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർവീസ് മിനിസ്ട്രി. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും. നമുക്ക് ഡ്രൈവിങ്ങിന് ഹെൽപ്പ് ചെയ്യാനായിട്ട്, പുതുതായിട്ട് വരുന്നവരെ ഇതാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ പാത്രം കഴുകാനായിട്ട്,
എന്തെങ്കിലുമൊക്കെ ആയിട്ട് സർവീസ് മിനിസ്ട്രികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പലതരം മിനിസ്ട്രികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. ഞാൻ ഒരു കൊട്ടേഷൻ, നേരത്തെ പറഞ്ഞൊരു കൊട്ടേഷൻ ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. നിങ്ങൾ ഞാൻ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ ഇത് ഞാൻ അയച്ചു തന്നോളാം. ഇത് ക്രിസ്റ്റഫർ തെരേസ് ലൈച്ചി അൽമായ വിശ്വാസികളിൽ 32-ാമത്തേതിൽ പറയുന്നത്, കമ്മ്യൂണിയൻ ആൻഡ് മിഷൻ ആർ പ്രൊഫൗണ്ട്ലി കണക്റ്റഡ്. മിനിസ്ട്രിയും കൂട്ടായ്മയും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിയൻ ആൻഡ് മിഷൻ ആർ പ്രൊഫൗണ്ട്ലി കണക്റ്റഡ്. രണ്ടും അത് ഇന്റർപെനട്രേറ്റ് ആൻഡ് മ്യൂച്വലി ഇംപ്ലൈ ഈച്ച് അതർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴചേർന്നിരിക്കുന്നു. ഇത് പരസ്പരം അർത്ഥമാക്കുന്നു. അങ്ങനെ കമ്മ്യൂണിയൻ റെപ്രസെൻറ്റ്സ് ബോത്ത് സോഴ്സ് ആൻഡ് ഫ്രൂട്ട് ഓഫ് മിഷൻ. നമ്മുടെ മിഷന്റെ തുടക്കം കൂട്ടായ്മയാണ്, അതിൻ്റെ ഫലവും കൂട്ടായ്മയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പാപ്പ പറയുന്നത്. നമ്മുടെ മിനിസ്ട്രിയുടെ തുടക്കം കൂട്ടായ്മയാണ്, അത് എന്താണ് ഉണ്ടാക്കേണ്ടത്? ഫലവും കൂട്ടായ്മയാണ്. കമ്മ്യൂണിയൻ ഗീവ്സ് റൈസ് ടു മിഷൻ. കൂട്ടായ്മയാണ് മിനിസ്ട്രി ഉണ്ടാക്കുന്നത്, മിഷൻ ഉണ്ടാക്കുന്നത്. മിഷൻ എത്തിച്ചേരേണ്ടത് കൂട്ടായ്മയിലുമാണ്. അപ്പോൾ നിങ്ങൾ ഒരിടത്ത് പോയിട്ട്, നിങ്ങൾ യുഗാണ്ടയിൽ പോയിട്ട് അവിടെ കൂട്ടായ്മ പണിതില്ലെങ്കിൽ, നിങ്ങളൊരു ക്യാമ്പസിൽ പോയിട്ട് അവിടെ കൂട്ടായ്മകൾ വളരുന്നില്ലെങ്കിൽ, നിങ്ങൾ കുറേ ഫാമിലികളെ സന്ദർശിക്കാൻ പോയിട്ട് അവിടെ കൂട്ടായ്മ ഉണ്ടാകുന്നില്ലെങ്കിൽ പൂർണ്ണമാകുന്നില്ല. കൂട്ടായ്മയും ദൗത്യവും ഒന്നിച്ചു പോകുന്നു. ഞാൻ തുടരുന്നു. എങ്ങനെ മിനിസ്ട്രി വളർത്താം? ഞാനിങ്ങനെ ധാരാളം കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. ഒന്ന്, നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞത്, ഫ്രാൻസിസ് പാപ്പയോട് പറഞ്ഞത്, മെയിൻ്റനൻസും ഇൻസ്റ്റിറ്റ്യൂഷനും അല്ല മിനിസ്ട്രി. നമ്മൾ അറിയാതെ, പ്രത്യേകിച്ച് നമ്മൾ ഈ കോർപ്പറേറ്റ് വേൾഡിലായതുകൊണ്ട്, നമ്മൾ അറിയാതെ റിപ്പോർട്ട് വെക്കാനായിട്ടും ഓർഡർ ഉണ്ടാക്കാനായിട്ടും എന്നിട്ട് പ്ലാൻ വരക്കാനായിട്ടും മിനിസ്ട്രി ഡിഫൈൻ ചെയ്യാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊക്കെ വേണം. പക്ഷെ മിഷനറി എന്ന് പറഞ്ഞാൽ അത് ഡൈനാമിക്കാണ്, അത് വ്യക്തിപരമാണ്. അത് ചിലപ്പോൾ നമുക്ക് ഈ ആവി അല്ലെങ്കിൽ കാറ്റ് നമുക്ക് പിടിക്കാൻ പറ്റാത്തതുപോലെ മിനിസ്ട്രി നമുക്ക് പിടിക്കാൻ പറ്റരുത്. അതിങ്ങനെ കയ്യിൽ ഒതുങ്ങാത്തതാകണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ആത്മാവിൻ്റെ ദാനമാണത്, വിളിയാണത്. ഇതാണ് വിത്ത്. ഞാൻ ചെടിയുടെ ഉപമ, ഇതാണ് വിത്ത്, ആത്മാവിൻ്റെ ഗിഫ്റ്റ് അല്ലെങ്കിൽ വിളി. രണ്ട്, ഇത് വളരുന്നത് സ്വാതന്ത്ര്യവും സ്നേഹവും സന്തോഷവും അടിപൊളിയും തമാശയും ഇങ്ങനെയാണിത് വളരേണ്ടത്. ഇത് ഉണ്ടാക്കേണ്ട കൂട്ടായ്മ, ഈ ഫ്രീഡമേ, അവിടെയൊക്കെയാണ് നമുക്കൊന്ന് ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം നേരെയാക്കാൻ ശ്രമിക്കരുത്. എവിടെയെങ്കിലുമൊക്കെ നേരെ ആകാതെ ഉണ്ടാകണം. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഒരു ചെടി വളരേണ്ടതിനുള്ള സൂര്യപ്രകാശവും ഫ്രഷ് എയറും ഒക്കെ. മൂന്ന്, ഇൻസ്പിറേഷൻ. പ്രചോദനം എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത്, ഇൻസ്പിറേഷൻ. പക്ഷെ ഇംഗ്ലീഷിലെ ഇൻ സ്പിരിറ്റ്, ആത്മാവ് ഉള്ളിൽ പോകുന്ന, അതാണ് ഇൻസ്പിറേഷൻ. ആത്മാവ് ഉണരുന്ന, നമ്മൾ ഈ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് തുറവിയുണ്ടാകണം. ഇതാണ് ഇത് വളർത്താനുള്ള വളവും വെള്ളവും. നാല്, പ്രചോദകരുണ്ടാകണം. ചിലപ്പോഴെങ്കിലും ടീമുകൾ പ്രചോദകരാകണം. എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും ആശയമായിട്ട് വന്നാൽ എനിക്കത് എക്സൈറ്റ്മെൻ്റാണ്. നടക്കാത്ത കാര്യമാണെങ്കിൽ കൂടുതൽ എക്സൈറ്റ്മെൻ്റാണ്. അവരുടെ കൂടെ ഞാനിരിക്കും. സോ എൻകറേജേഴ്സ് ഉണ്ടാകണം. ഇതാണ് നമ്മുടെ ടീമുകൾ അതാകണം, അത് മാത്രമാകണം പ്രധാനമായും. അതുപോലെ അല്ലെങ്കിൽ മിഷനറി മോട്ടിവേറ്റേഴ്സ്. 5, കൂട്ടായ്മകൾ ബലം. അവിടെയാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹൗസ് ഹോൾഡ് റിഫ്ലക്ഷൻ വായിക്കണ സ്ഥലമായി പോയാൽ നാശം. ഹൗസ് ഹോൾഡുകളോ സ്മോൾ ഗ്രൂപ്പുകളോ പ്രേ ഗ്രൂപ്പുകൾ പോലുമോ ഓരോരുത്തരുടെയും പ്രചോദനങ്ങൾ കേൾക്കുന്ന, മിഷനറി ആഗ്രഹങ്ങൾ കേൾക്കുന്ന സ്ഥലമാകണം. അതെങ്ങനെ ആക്കാമെന്നുള്ള വെല്ലുവിളിയാണ്. 6, ഇതൊരു സംസ്കാരമാണ്. ഇൻക്ലൂസീവ്, മനുഷ്യരെ എല്ലാം സ്വാഗതം ചെയ്യുന്ന, ടോളറൻറ്റ്, വ്യത്യസ്തതകൾ സഹിക്കുന്ന, അനുവദിച്ചു കൊടുക്കുന്ന, തള്ളി പുറത്തേക്ക് വിടുന്ന, കർത്താവ് ചെയ്യുന്ന പോലെ പോ, ചെല്ല്, ചെയ്യ്, എന്നിട്ട് തിരിച്ചു വന്ന വിശേഷങ്ങൾ പറ.
അപ്പം നമ്മൾ ഈ ചുമ്മാ പ്രാർത്ഥിച്ചിരിക്കുന്നവരാകാതെ ഈ വിശേഷങ്ങൾ പറയുന്നവരാകണം. നമ്മൾ പ്രാർത്ഥന പോലും ഇങ്ങനത്തെ വിശേഷങ്ങൾ പറച്ചിലാകണം. തുടരണം, കെട്ടിപ്പടുക്കണം. ഞാൻ 2 കൊട്ടേഷൻ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അരിസ്റ്റോട്ടലിൻ്റെ ഈ കൊട്ടേഷൻ ഇഷ്ടമാണ്. ലോകത്തിൻ്റെ ആവശ്യങ്ങളും എൻ്റെ താലന്തുകളും എവിടെയാണോ കണ്ടുമുട്ടുന്നത് അവിടെയാണ് മിനിസ്ട്രി വളരുന്നത്. ലോകത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ കഴിവുകളും. അരിസ്റ്റോട്ടലിൻ്റെ വാക്കാണ്. 2, ഞാൻ ഉപയോഗിക്കുന്നത് സെയിൻറ്റ് ജോൺ ഹെൻറി ന്യൂമാൻ. ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്, ഒരു പ്രത്യേക സേവനം ചെയ്യാനായിട്ടാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സേവനം വേറെ ആർക്കും നൽകിയിട്ടില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പണിയുണ്ടല്ലോ, അത് വേറെ ആർക്കും നൽകിയിട്ടില്ല, എനിക്ക് മാത്രം നൽകിയിരിക്കുന്നതാണ്. എനിക്കൊരു ദൗത്യമുണ്ട്. ഐ ഹാവ് എ മിഷൻ. ഇത് ഞാൻ ഈ ലോകത്തിൽ മുഴുവൻ മനസ്സിലാവില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ മരിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത് വാവ് അല്ലേ, എന്താണല്ലേ 200 ചില്ലാനും പേരിന്ന് UAE നിന്ന് കൂടിയിരുന്നു. ഇതിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതിനേക്കാളും അപ്പുറമാണ് അവിടെയൊക്കെ കേട്ടത്. എന്നിട്ട് അവസാനമായി പറയുന്നത് ഐ ഹാവ് എ പാർട്ട് ഇൻ എ ഗ്രേറ്റ് വർക്ക്. എനിക്കതിലൊരു ചെറിയ, ഞാൻ ജീസസ് യൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കൊച്ചു കാര്യമാണ്, പക്ഷെ അതിൻ്റെ ചുറ്റോളങ്ങൾ എന്ന് പറയുന്നത് വ്യാപകമായ ചുറ്റോളങ്ങളാണ്. അനേക കാര്യങ്ങളുടെ ഒരു ചെറിയ കണ്ണി മാത്രമാണ് ന്യൂമാൻ പറയുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ഒരു ഞാനീ പറഞ്ഞ ചിതറിയ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് വിട്ട് തരുന്നതാണ്. പിന്നെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്തായാലും വളരെ ആധികാരികമായിട്ടും യേശുവിൻ്റെ ഒരു മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചേട്ടൻ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നമുക്കിനി ഒരു 2-3 ഷെയറിങ്ങുകളിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. അതിനുശേഷം നമുക്ക് ചേട്ടനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു 3 പേരുടെ ഷെയറിംഗ് ആണ് നമ്മളിനിപ്പോൾ കേൾക്കാൻ പോകുന്നത്. അവർ യേശുവിലെ മിനിസ്ട്രികളിലൂടെ കടന്നു വന്നു. അവർ മിനിസ്ട്രിയിലൂടെ വളർന്നു. പിന്നീട് മൂവ്മെന്റിന്റെ പല റെസ്പോൺസിബിലിറ്റികൾ അവർ ഏറ്റെടുത്തു. അവർ ദൈവവുമായിട്ടും മൂവ്മെന്റായിട്ടൊക്കെ വളരെ അടുത്തിടപഴകിയിട്ട് മോഡൽ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരാണ് ഈ 3 പേരും. നമ്മൾ ആദ്യമായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ലിൻഡോ ആണ്. ലിൻഡോ മ്യൂസിക് മിനിസ്ട്രിയിലൂടെയാണ്, ദുബായ് യേശുവിന്റെ മ്യൂസിക് മിനിസ്ട്രിയിലൂടെയാണ് ലിൻഡോ വന്നത്. ഇപ്പോൾ ലിൻഡോ ഷാർജയിലെ CC ടീമിന്റെ ഭാഗമാണ്. നമുക്ക് ലിൻഡോയെ നമുക്കൊരു നിമിഷം ഒന്ന് കേൾക്കാം. ലിൻഡോ എങ്ങനെയാണ് ആദ്യമായിട്ട് യേശുവിൽ വരുന്നതും മ്യൂസിക് മിനിസ്ട്രിയിലൂടെ കടന്നു വരുന്നതും ഇവിടെ വരെ എത്തി നിൽക്കുന്ന ആ ലിൻഡോന്റെ ഒരു മിനിസ്ട്രി എക്സ്പീരിയൻസ്. യെസ് ലിൻഡോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം. പീസ് ബി വിത്ത് യു. സിർലേട്ടൻ പറഞ്ഞ പോലെ എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത് മിനിസ്ട്രി എന്നെ എങ്ങനെ എൻ്റെ ടാലൻസും അതുപോലെ എൻ്റെ ഈ ഒരു ജീസസിന്റെ ഒരു കാര്യങ്ങൾ, അതായത് മിനിസ്ട്രിയിൽ കടന്നു പോകുമ്പോൾ ഉള്ള ഒരു സംഭവങ്ങളും പിന്നെ എൻ്റെ കാരിസ് ഒക്കെ മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. എൻ്റെ പേര് ലിൻഡോ. ചേട്ടൻ പറഞ്ഞ പോലെ വൈഫ് ചെയ്തത്. ഞാൻ ഷാർജയിൽ താമസിക്കുന്നു 4 വർഷമായിട്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് ദുബായിലാണ്. ദുബായില് 2014 ഈശാനോട് കൊണ്ടുവന്നു. അതിനു മുമ്പ് ഒരു എൽഡർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നീ കുറെ പാട്ടുകൾ എഴുതും, കുറെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കും, പിന്നെ അനേകം വ്യക്തികൾ നിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ പണ്ട് മുതലേ 1ാം ക്ലാസ് മുതൽ തന്നെ വേണമെങ്കിൽ മിമിക്രി കാണിച്ചു നടക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാ +2 വരെയും ഇങ്ങനെ മിമിക്രി കാണിച്ച് അങ്ങനെ ഒരു സിനിമാടനാവണം, അങ്ങനെ ഒരു ആഗ്രഹമാണ്. പാട്ടിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ 2014 ഇവിടെ വന്ന് സോനാപൂർ ലേബർ ക്യാമ്പിൽ വന്നേ. അങ്ങനെ അന്ന് അവിടെ അവിടുന്ന് നമ്മുടെ ദുബായ് ജീസസിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു പാട്ട് ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി ഞങ്ങൾ പേര് കൊടുത്തു. അപ്പൊ ഞങ്ങൾ അന്ന് അവിടുത്തെ കുറച്ച് പണിക്കാരൊക്കെ ആയിട്ട് അതിലത്തെ അന്ന് പാടിയ പാട്ട് പൂത്തപ്പുഞ്ചപ്പാട് എന്നുള്ളൊരു പാട്ടായിരുന്നു. അപ്പൊ അത് ഗ്രൂപ്പ് സോങ് ആയിട്ട് എല്ലാവരും കൂടി പാടി. അത് പാടിയ വ്യക്തികൾ ഇപ്പൊ ഈ ഗ്രൂപ്പിലുണ്ട് ഞാൻ നോക്കിയപ്പോ. അപ്പൊ അതിലൂടെ മ്യൂസിക് മിനിസ്ട്രിക്ക് ഒരു അവിടുത്തെ ആൾക്കാരെ നമ്മൾ നോട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ഈ ഒരു സോനാപൂർ ലേബർ ക്യാമ്പിൽ യുവാക്കൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു, തിരിച്ചുവരവ് പറഞ്ഞ പ്രോഗ്രാം. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു പാട്ടിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു ലേബർ ക്യാമ്പിലെ റൂമിൽ. അപ്പൊ എനിക്കിങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാകുന്ന പ്രചോദനം വന്ന ഒരു ട്യൂണ് കേട്ടു. അങ്ങനെ ആ ട്യൂണ് ഞാൻ പാട്ടാക്കി മാറ്റി വരികൾ എഴുതി
ഇത് ദുബായ് ജീസുദ്ദീനെ കേൾപ്പിച്ചു. അപ്പൊ മ്യൂസിക് മിനിസ്ട്രിയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത്. അപ്പൊ അവര് പറഞ്ഞു ഇത് കുഴപ്പമില്ല, നമുക്കിത് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ അപ്പൊ തന്നെ ഞങ്ങൾ ജസ്റ്റ് മൊബൈലിലൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഈ ഒരു ഇൻട്രോ തയ്യാറാക്കി നമ്മൾ ആ പ്രോഗ്രാമിന് ഇറക്കി. അപ്പൊ അതിനൊരു 100ഓളം ആളുകള്, യുവജനങ്ങള് ക്യാമ്പില്, ലേബർ ക്യാമ്പിൽ ഒത്തുകൂടി ആ തിരിച്ചു വരുന്ന പ്രോഗ്രാമിന്. അന്ന് ഒരു കിച്ചണിലാണ്, എനിക്കിപ്പോൾ ഓർമ്മ, ഒരു കിച്ചണിലാണ് നടന്നത്. അന്ന് നമ്മുടെ എന്റെ ജീസുദ്, ദുബായ് ജീസുദിലെ ആളെല്ലാവരും അതിന് ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു മ്യൂസിക് മിനിസ്ട്രിയിൽ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായി. അങ്ങനെ അത് റെക്കോർഡ് ചെയ്തു. അപ്പൊ എന്നോട് തന്നെ പാടാൻ പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ ഇതുവരെ പാട്ടൊന്നും പാടിയില്ല, പക്ഷെ ഈശോ എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. അന്ന് എനിക്ക് ഒരു സ്റ്റുഡിയോയിൽ പോയി ഒരു പാട്ട് പാടുന്ന ഒരു പകപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അത് പാടി. പിന്നെ അത് ഇറങ്ങി. നമ്മൾ അതിങ്ങനെ വലിയ ബൂസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ദുബായ് ജീസൂദിലെ യൂട്യൂബിൽ ഫസ്റ്റ് പാട്ട് ഇതാണ്, അതായത് ഫസ്റ്റ് വീഡിയോ യൂട്യൂബിലുള്ള ഇതാണ്. അപ്പൊ അങ്ങനെ അത് ഇറങ്ങി. പിന്നെ ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് മ്യൂസിക് മിനിസ്ട്രി ഓരോ വ്യക്തികളായിട്ട് നമ്മളിങ്ങനെ രാത്രിയും നൈറ്റ് വിജിലുകളും മീറ്റിങ്ങുകളൊക്കെ പോയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പരസ്പരം പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അവരെ നിന്ന് കുറെ ഉപദേശങ്ങളും, ഇപ്പൊ നമ്മൾ വെറുതെ പാടാൻ വേണ്ടി വരല്ല, ഇതൊരു ശുശ്രൂഷയാണ്. ഇത് വിശുദ്ധിയോടുകൂടി നമ്മൾ ശുശ്രൂഷ ചെയ്യണം. ഒരു പ്രോഗ്രാം വരുമ്പോൾ ഒരു പാട്ട് പാടണമെങ്കിൽ അത് അത്രയും വിശുദ്ധി വേണം. അപ്പൊ അതിനോട് നമ്മൾ ഒരുങ്ങണം. അറ്റ്ലീസ്റ്റ് നമ്മളൊരു കൊന്ത ചെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് വേണം പോവാൻ. ഇങ്ങനെ കുറെ ബോധ്യങ്ങൾ. പിന്നെ ഇവരായിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന കുറെ ബോധ്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളൊരു മിനിസ്ട്രിയുടെ ഇതായത്. പിന്നെ ഇവരൊരു കെയറിങ്. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, എന്റെ അന്നത്തെ ആനിമേറ്റർ സെബാസ്റ്റ്യൻ ഡിക്രൂസ് എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു. അപ്പൊ ഞങ്ങൾ ലേബർ ക്യാമ്പിൽ 1-2 ദിവസമായിട്ട് AC ഒന്ന് വർക്ക് ചെയ്ത് കിടക്കായിരുന്നു. അപ്പൊ ആളിങ്ങനെ വിളിച്ചപ്പോ രാത്രി കാറില് കൂളറൊക്കെ ആയിട്ട് വന്നൊരു സംഭവം ഓർക്കണം. അപ്പൊ അവരൊരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ ഈ സോങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ദുബായ് ജീസുദിന്റെ മീൻസ് നമ്മുടെ ജൂബിലി, UAE ജൂബിലിക്ക് എല്ലാ എമിറേറ്റ്സ് നിന്നും പാട്ടുണ്ടാക്കാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു കൂട്ടുകാരും കൂടി ജസ്റ്റ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എനിക്ക് ഈശോ ഒരു ട്യൂണ് തന്നു. അപ്പൊ ആ ട്യൂണാണ് പിന്നെ മാസ്റ്റർ പ്ലാൻ. ഫസ്റ്റ് ഒരു 4 ലൈൻസ് ആ ഒരു ട്യൂണൊക്കെ ഈശോ അത് തെരഞ്ഞെടുത്ത് ആ ഒരു പാട്ടൊക്കെ ഇറങ്ങാനൊക്കെ ഇടയായി. പിന്നെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴൊക്കെ എനിക്ക് ചില ട്യൂണുകൾ വരും. അപ്പൊ ഞാനൊരു മെഷീനിസ്റ്റ് ആണ്. അപ്പൊ ജോലി സമയത്തൊക്കെ ഇങ്ങനെ ട്യൂൺ വരുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യും. അതുപോലെ കുറെ പാട്ടുകൾ ഈശോ പരിശുദ്ധാത്മാവിന്റെയും ഒരു കരുണയുടെ പാട്ടും അതൊക്കെ ഇറക്കാനായിട്ട് ഈശോ അനുഗ്രഹിച്ചു. പിന്നെ അതിനുശേഷം എനിക്കിങ്ങനെ ഗിറ്റാർ പഠിക്കുന്ന ആഗ്രഹം. ഞാൻ മിഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മിഷന് പോയപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ദാഹിച്ചു വരികയാണ് ഒരു കീബോർഡ് പഠിക്കാനോ അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കാനൊക്കെ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഗിറ്റാർ വാങ്ങാൻ തോന്നി കഴിഞ്ഞ വർഷം. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഗിറ്റാർ ചെറുതായിട്ട് പഠിച്ചു. ഞാൻ തന്നെ പഠിക്കാം. അപ്പൊ മീൻസ് അപ്പൊ കോഡ്സ് ഒക്കെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്രയും വർഷത്തില് ജീസുദിന്റെ പല പ്രോഗ്രാംസിനും ഈശോ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യാനൊക്കെ തന്നെ ഉപയോഗിച്ചു. ഈ സമയങ്ങളിൽ ഞാൻ പാടുന്ന പാട്ടുകള്, പിന്നെ ഒരു ആക്ഷൻ സോങ് ഉണ്ടാക്കാൻ, ജീസുദിന് വേണ്ടി ഒരു ആക്ഷൻ സോങ് ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ പല ആളുകളുടെ ഒരു ടെസ്റ്റിമണി ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഈശോ ഈ ഒരു പാട്ട് നമ്മളൊരു പ്രൈസ് ആൻഡ് വർഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് എത്രമാത്രം അത് ഒരു എഫക്റ്റ് ആകുന്നുള്ളത് എനിക്ക് ആ സമയത്ത് മനസ്സിലായി. അപ്പൊ പിന്നെ അങ്ങനെ എനിക്ക് ഈ ഒരു മൂവ്മെന്റിലൂടെ, ഈ മിനിസ്ട്രികളിലൂടെ എന്റെ ടാലന്റും അതുപോലെ എന്റെ കാരിസം, പിന്നെ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് ഈശോ പറഞ്ഞത്, ഇപ്പൊ അന്ന് ആ ചേട്ടൻ പ്രവചിച്ച സംഭവം അനേകം വ്യക്തികളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരും. അപ്പൊ അകലങ്ങൾ ഞാൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല ആളെ, പക്ഷെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളിലൂടെ പല ആളുകളുടെ വിഷമം കേൾക്കാനും അങ്ങനെ ഒരു 1-to-1 ഇവാഞ്ചലൈസേഷനിലേക്ക് പോകാനൊക്കെ ആയിട്ട് ആ ഒരു കാരിസം എനിക്ക് തിരിച്ചറിയാനൊക്കെ ഈശോ എന്നെ സഹായിച്ചു. ഇപ്പൊ ഞാൻ ഷാർജയിലെ ആർട്ട് ടീമിലെ ഭാഗമായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ലിൻഡോയുടെ എക്സ്പീരിയൻസ് വളരെ മനോഹരമാണ് അല്ലേ. ലിൻഡോ പറഞ്ഞ പോലെ ലേബർ ക്യാമ്പിൽ നിന്നാണ് ലിൻഡോ വരുന്നത്. അതിനുശേഷം ലിൻഡോ എഴുതിയ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പാടുന്നതാണ് ആ ജൂബിലിയുടെ പാട്ട്, ഓൺ ദ ഫാർ അവേ ലാൻഡ്. ആ സ്റ്റാർട്ടിങ് 4 വരി ലിൻഡോ എഴുതിയൊരു മ്യൂസിക്കാണ്. ആ സമയത്ത് ലിൻഡോട് നമ്മൾ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അത്രത്തോളം മിനിസ്ട്രിയിലൂടെയുള്ള ഇടപെടലുകൾ, ദൈവം ആ ഒരു കഴിവ് കണ്ടെത്തുവാനും അതിനെ വളർത്താനും അത് പിന്നീട് ഒരുപാട് ആൾക്കാർക്ക് നന്മയായിട്ട് മാറാൻ ലിൻഡോനെ ദൈവം ഉപയോഗിക്കായിരുന്നു. യെസ്, നമുക്കിനി അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ദുബായ് RC കോർഡിനേറ്റർ ജോർജ് ഏട്ടനാണ്. ജോർജ് ഏട്ടൻ ഇതുപോലെ മൂവ്മെന്റിലേക്ക് വരുന്നു, മിനിസ്ട്രിയുടെ ഭാഗമാകുന്നു. ഇപ്പോൾ ആള് ദുബായ് റീജിയനെ ഭരിക്കുന്ന കോർഡിനേറ്ററാണ്. തീർച്ചയായിട്ടും നമുക്ക് ജോർജ് ഏട്ടന്റെ ഒരു ടെസ്റ്റ് മണി കേൾക്കാം. ജോർജ് ഏട്ടൻ എങ്ങനെയാണ് മിനിസ്ട്രിയിൽ വരുന്നത്, അതിന്റെ ഒരു പ്രയോറിറ്റി, അതായത് എങ്ങനെയാണ് ജീസസ് യൂത്ത് ചേട്ടൻ്റെ ഒരു പ്രയോറിറ്റി ആയി മാറുന്നത്. അതിപ്പോ അതില് സ്ലോലി ജീസസിനെ അറിയുന്നു, മനസ്സിലാക്കുന്നു, അതിൽ എൽഡേഴ്സ് ഒക്കെ സഹായിക്കുന്നു.
തീർച്ചയായിട്ടും നമ്മൾ ചേട്ടൻ്റെ ആ ഒരു കഥ ഒന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. യെസ്, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കേൾക്കത്തില്ലേ? കേൾക്കാം ചേട്ടാ, കേൾക്കാമല്ലോ. കേൾക്കാം, ഓക്കെ. കേൾക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ലൈഫ് തന്നെയാണ് ആ ഒരു സമയത്ത് റിഫ്ലക്ട് ചെയ്തത്. കാരണം ഞാൻ താമസിച്ചിരുന്ന അതായത് ബാച്ചിലേഴ്സ് മാത്രം, അതായത് ഞങ്ങളുടെ കൂട്ടുകാർ മാത്രം താമസിച്ചിരുന്ന, അപ്പം അതിൻ്റെതായ എല്ലാ ദുശീലങ്ങളും കുറവുകളും കുറുമ്പുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ജീസസ് യൂത്തിലേക്ക് കടന്നു വന്ന് ഏതാണ്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ, ആദ്യത്തെ ആഴ്ച ഒരു പ്രയറിന് വരുന്നു. അതിനുശേഷം ഒരുപക്ഷെ എൻ്റെ ആ ഒരു കുറുമ്പുകളുമായിട്ട് മുമ്പോട്ട് പോകേണ്ട എന്നെ ഒരു ഫോൺ വിളിയാണ് വീണ്ടും ജീസസ് യൂത്തിലേക്ക് എന്നെ വിളിച്ച് കൊണ്ടുവരുന്നു. അത് അവിടെ നിന്നിങ്ങനെ 2 ആഴ്ച ആ ജീസസ് യൂത്തിൽ വന്നു കഴിഞ്ഞിട്ട് എന്നെ തേടി ഒരു ഫോൺ വരുവാണ്. ഞാൻ ഇന്നും ആ നമ്പർ, അന്ന് വിളിച്ച ആളുടെ പേര് ഞാൻ അന്ന് മറന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പം ആ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചു, ജീസസ് യൂത്ത്. എൻ്റെ മൊബൈലിൽ ഇന്നും ആ പേര് അങ്ങനെയാണ്, ജീസസ് യൂത്ത് എന്നാണ്. വേറെ ആരും ആയിരുന്നില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, റെനിൽ കുര്യൻ എന്ന് പറയുന്ന ഒരു 2 ടൈം മുമ്പിലത്തെ ദുബായ് RC കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോൾ പുള്ളിയാണ് എന്നെ വിളിക്കണത്. ജോർജ് ഇന്നൊരു പ്രയർ ഉണ്ട്, വരുന്നോന്ന് ചോദിച്ചു. ഓക്കെ, എന്താണെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. വേറെ പണിയൊന്നും ഇല്ലാണ്ടെന്ന് വൈകുന്നേരം കുറച്ച് സമയമുള്ള കാരണം അങ്ങനെ ചെല്ലുവാണ്. ആദ്യമായിട്ടൊരു ഇൻട്രസെഷൻ പ്രയറിന് ഞാൻ ചെല്ലുന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് അതിനുശേഷം അവിടെ ചെന്നു. അതെനിക്ക് ആദ്യം വലിയൊരു ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ, അന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അതിലെ ചേട്ടന്മാരൊക്കെ, ഞാൻ ഇന്നും ആ ചേട്ടന്മാരെ പേരുകൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്തതാണ് പലതും പറയാത്ത, അന്ന് വളരെ സീനിയറുള്ള ചേട്ടന്മാർ എന്നെ ചേർത്ത് പിടിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ ഫാദറിന്റെ വിയോഗമൊക്കെ കഴിഞ്ഞുള്ള ഒരു സമയമായിരുന്നു അത്. ആ ഒരു സമയത്ത് ഒരല്പം മനസ്സൊക്കെ ഡിസ്റ്റർബ് ആയിരിക്കുമ്പം ഈ ചേട്ടന്മാർ എന്നെ ചേർത്ത് പിടിക്കുന്ന എല്ലാ ആഴ്ച അവരോരോ കാര്യങ്ങൾക്ക് എന്നെ വിളിക്കും, നൈറ്റ് വിജിലെ കാര്യങ്ങൾ. അങ്ങനെ ഒരു 4-5 മാസം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ആദ്യമായിട്ട് എന്നെ വിശ്വസിച്ച് ഒരു ഉത്തരവാദിത്തം, ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലും വെച്ച് എന്നെ ഒരു ഉത്തരവാദിത്തം ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല, ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ഇന്റർസെഷൻ മിനിസ്റ്ററിലെ അന്നത്തെ ഒരു കോർ ടീമാണ്. ആ കോർ ടീം എന്നെ ഒരു ഉത്തരവാദിത്തം വീണു, ഒരു ജെറീക്കോ പ്രയർ ജോർജ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അന്ന് ഞാൻ ജീസസ് യൂത്തിൽ വന്നിട്ട് 5 മാസം 6 മാസം ആകുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് തന്നെ എന്നെ വിളിച്ച് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കണം, ദുബായ് റീജിയനിൽ മുഴുവനുള്ള ഒരു ജെറീക്കോ പ്രയർ ജോർജ് നീ കോർഡിനേറ്റ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഇവരെന്ത് പറയുന്നത്, എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ആ ഒരു ഗൈഡൻസിലൂടെയാണ് ആദ്യമായിട്ട് എന്നെ മുമ്പോട്ട് നയിക്കുന്നു. ആ ഒരു യാത്ര അവിടെ നിന്ന് തുടങ്ങുവാണ്. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് പിടികിട്ടി. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ചേട്ടന്മാർ, ജോർജ് നീ അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക. ആദ്യമായിട്ട് എപ്പോഴും ഓടി നടക്കുന്ന ഞാൻ ഒന്ന് ഇരിക്കാൻ പഠിച്ചത് അങ്ങനെയാണ്. ഒന്ന് ഇരിക്കാൻ പഠിച്ചു. അതിനുശേഷം എല്ലാം മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ പിന്നെ ഈ ഒരു മൂവ്മെന്റിലേക്ക്, അല്ലെങ്കിൽ ഇന്റർസെഷൻ മിനിസ്റ്ററിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ച ഒരു അനുഭവം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം ഒറ്റ മിനിറ്റും കൊണ്ട്. ഈ ഒരു ചെറിയൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്തോ അതിലും വളരെ വലിയൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അന്നത്തെ ടീം എന്നെ ഏൽപ്പിക്കുകയാണ്. അന്നത്തെ ഒരു പ്രോഗ്രാമിന് ജനറൽ കോർഡിനേറ്റർ ആകുവാണ്. ഒരുപാട് ഫൈനാൻസ് ഒക്കെ ആവശ്യമുള്ളൊരു ഇതാണ്. അന്ന് വെള്ളിയാഴ്ചകളാണ് UAE. അപ്പോൾ വെള്ളിയാഴ്ച ഞാനിങ്ങനെ രാവിലെ പള്ളിയിൽ വന്ന് കാണുന്ന ജീസസ് ചേട്ടന്മാർ, ചേട്ടാ അത്രൻ്റെ ഇതെന്തായി കാശ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. കുറച്ചു നേരം ഒന്ന് കയ്യിലൊന്നും വരുന്നൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞ ഇതേ റെനിലെന്ന് കോർഡിനേറ്ററാണ് അവിടുത്തെ മലയാള യൂത്ത് ടീമിന്റെ. റെനിലുണ്ടോ ജോർജ്, നീ കുറെ നേരമല്ലേ ചോദിക്കാൻ നടക്കുന്നു, പള്ളിയിൽ ഓടി കിടക്കുന്നു, 1-2 മണിക്കൂറായിട്ട്, നീ കുറച്ച് വേണേ ഒരു മണിക്കൂർ ഉറപ്പ് വരുന്നു പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. നമുക്ക് എൻ്റെ കൂടെ ഇന്റർസെഷൻ മിനിസ്ട്രിയിൽ എൻ്റെ 2-3 കൂട്ടുകാരും ഉണ്ട്. ആദ്യം ഞാൻ അവനോട് പറഞ്ഞ മറുപടി ഞാൻ അവിടെ കയറി പ്രാർത്ഥിച്ച കർത്താവ് യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഓട്ടോ പിടിച്ച് കാശുമായിട്ട് വരുമായിരിക്കും അല്ലേന്ന് തിരിച്ച് ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. പിന്നെ പറഞ്ഞത് കോർഡിനേറ്റർ ആണല്ലോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു ഇത് തോന്നി, ഞാൻ പോയി ഇരുന്നു. ഒരു 2 മണിക്കൂർ അവിടെ ഇരിക്കുന്നു. എൻ്റെ കൂടെ ഈ ഇന്റർസെഷൻ മിനിസ്റ്ററിൽ എൻ്റെ കൂട്ടുകാരും ഉണ്ട്, ഒരു സീനിയർ ചേട്ടനും ഉണ്ട്. അവിടെ പോയി ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദിവികാരണത്തിന് മുമ്പിൽ കഴിഞ്ഞിറങ്ങുന്നു. പിന്നെ ഞാൻ ആരോടും കാശ് ചോദിച്ചിട്ടില്ല. ഈ പറഞ്ഞ ചെറുപട കാശ് വരണം. അന്നേരമാണ് എനിക്ക് ഇന്ന് ഓർക്കേണ്ട ഒരു ചേട്ടൻ, അജമാനിൽ നിന്ന് ചേട്ടൻ വരുന്നു, യൂണിയനിൽ വന്നിറങ്ങും. ദുബായിൽ ഓട്ടോ ഇല്ലാത്ത കാരണമാണ് അവിടെ നിന്ന് യൂണിയനിൽ നിന്ന് ടാക്സി വിളിച്ച് എന്നെ കാണാൻ വേണ്ടി മാത്രം അവിടെ നിന്ന് ടാക്സി വിളിച്ച്, ജോർജ് എവിടെയാന്ന് പള്ളിയുടെ പുറത്തേക്ക് വരാൻ പറഞ്ഞ ടാക്സിയിൽ വന്ന് ജോർജ് എന്നെ കാശ് പിടിച്ച് എനിക്ക് പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുന്നു. കാശ് തരുന്നു, പോകുന്നു. അന്ന് ഏറ്റവും വലിയ അത് എനിക്ക് എത്രയായിരുന്നു അന്ന് ഞങ്ങളുടെ പ്രോഗ്രാം ആവശ്യമുണ്ടായത്, അതിന്റെ നേരെ ഇരട്ടി കാശ്. ഒരുപക്ഷെ ഈ ഇന്റർസെഷനിൽ അന്ന് എൻ്റെ കൂട്ടുകാരും കാര്യങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് എന്നെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു യാത്രയിൽ കുറച്ച് കുറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നൊരു കൂട്ടത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആ ഒരു കുറുമ്പുകൾ ചെറുതായിട്ട് മാറ്റി, അന്ന് അടച്ചു വെച്ചിട്ടാണ് ചില കുറുമ്പുകളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ജീസസ് യൂത്തിലേക്ക് വരുന്നത്. പിന്നീട് അതിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ എന്നെ സഹായിച്ചത് ശരിക്കും ഈ ഒരു കൂട്ടായ്മയാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട പല ദുശീലങ്ങളും ഒഴിവാക്കുവാൻ എന്നെ ഒരുപാട് സഹായിച്ചു. ഈ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ കൂടി ചേർന്ന് നിന്നപ്പം
പിന്നീട് കാലങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി പല ഉത്തരവാദിത്തങ്ങളും മുൻപോട്ട് വന്നു, ജീവിതത്തിൽ വന്നെങ്കിലും ഇന്നും ഇവിടെ ഇവിടെ ദുബായിലുള്ള പലർക്കും അറിയാം, ഇന്നാണെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു ഇന്റർസെഷൻ ഉണ്ടെങ്കിൽ 80% മേഖലകളിൽ ഞാൻ ഓടിച്ചെന്ന് ഇരിക്കും. കാരണം അതെൻ്റെ ഒരു മിനിസ്ട്രിയാണ്. ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ജീസസ് ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ടിരിക്കുന്ന സമയത്തും ഞാൻ നേരെ ഞാൻ ചെല്ലും ഇന്റർസെഷൻ എന്ന് പറഞ്ഞ ആ ഒരു മിനിസ്ട്രിയിലോട്ട്. ആ മിനിസ്ട്രി കാരണം അവിടെ എപ്പോഴും എൻ്റെ ആൾക്കാരുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് പോവാണ്. മീറ്റിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, 2-3 ദിവസമായി ഒരു കാര്യങ്ങൾ ഫൈനലൈസ് ആവുന്നില്ല. ഇന്റർസെഷൻ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചു, മിനിസ്ട്രിയിലെ കൂട്ടുകാരെ വിളിച്ചു. കോർ ടീമൊന്നുമല്ല കേട്ടോ, മിനിസ്ട്രിയിൽ വരുന്ന നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാർ, എടാ ഞാൻ ഇന്ന മീറ്റിങ്ങിന് പോവാണ്, 2 മണിക്ക് മീറ്റിംഗ് തുടങ്ങും, പ്രാർത്ഥിക്കാൻ കയറി ഇരുന്നാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ. മീറ്റിംഗ് തീരുമ്പോൾ ഞാൻ വിളിക്കും, ആ തീരുമാനങ്ങൾ ഞാൻ കാക്കണം. 6 മണിയായപ്പോഴും തീരുമാനമായി, അവരിരുന്ന് പ്രാർത്ഥിച്ചു പലതവണ ഇരുന്നിട്ട്. അതാണ് നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ, പ്രാർത്ഥിക്കാൻ തയ്യാറായ കുറെ കൂട്ടുകാരെയൊക്കെ ദൈവം എനിക്ക് തന്നു. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ചേട്ടൻ്റെ മനോഹരമായ മിനിസ്ട്രി ടു ഈ ഒരു കോർഡിനേറ്റർഷിപ്പിലേക്കുള്ള ജേർണി ഞങ്ങൾ വിവരിച്ചു തന്നതിന്. നമുക്ക് പെട്ടെന്ന് ക്വിക്ക്ലി നമ്മളിനി അബിനെയാണ് കേൾക്കുന്നത്. അബിൻ ഔട്ട്റീച്ച് മിനിസ്ട്രിയിലൂടെ മുസഫ ഔട്ട്റീച്ച് മിനിസ്ട്രിയുടെ ഭാഗമായി ഇന്ന് അബിൻ മുസഫയുടെ യൂത്ത് ടീം കോർഡിനേറ്ററാണ്, മലയാള യൂത്ത് ടീം കോർഡിനേറ്റർ. യെസ് അബിൻ പെട്ടെന്നൊന്ന് പറയാമോ അബിൻ്റെ ഒരു ഔട്ട്റീച്ച് മിനിസ്ട്രി ഐഡന്റിഫൈ ചെയ്തതും തുടർന്നുള്ള പുതിയ റെസ്പോൺസിബിലിറ്റിയിലേക്ക് ഏറ്റെടുക്കാനും അങ്ങനെ മൂവ്മെന്റിന്റെ കൂടെയുള്ള ഒരു വളർച്ച? ഓക്കെ പ്രൈസ് ഗോഡ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് ഔട്ട്റീച്ച് ആണെന്നുള്ള ടീച്ചറും ഒക്കെ വളരെ വൈകി ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ യുഎയിലേക്ക് വരുന്നത് 2021-ലാണ്. അപ്പോൾ ഒരു കൊറോണയുടെ ഒക്കെ ശേഷം ഒരു ജോലി അന്വേഷിച്ചൊക്കെ എല്ലാവരെയും പോലെ വന്നതാണ്. അപ്പൊ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്താണോ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അടിച്ചുപൊളി ലൈഫ് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയോടെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും പള്ളിയിൽ പോകണം അല്ലെങ്കിൽ മൂവ്മെന്റിന്റെ പാർട്ട് ആവണമെന്നൊന്നും ചിന്തിച്ചിട്ട് കൂടി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. ജോലി കിട്ടാനായിട്ട് കുറച്ച് സ്ട്രഗിൾസിലൂടെ ഒക്കെ കടന്നു പോകേണ്ട വന്നു. ഏകദേശം ഒരു 5 മാസത്തോളം ആ ഒരു ടൈം പീരീഡ് ജോലി അന്വേഷിച്ചൊക്കെ നടക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ എന്നെ ചേർത്ത് നിർത്തിയതും കൂടെ കൊണ്ടു നടന്നതും പള്ളിയിലേക്ക് കൊണ്ടുവന്നതൊക്കെ നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരാണ്. അപ്പം അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളും അവർ ചേർത്ത് നിർത്തിയതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തകർന്നു പോകാതെ നമ്മളെ പിടിച്ചു നിർത്തിയ ഒരു എനർജി ആയിരുന്നു അത്. നിങ്ങൾ അവിടുത്തെ രാജീവ്നീതി അന്വേഷിക്കുകയും ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്നുള്ള വചനം, അങ്ങനത്തെ വചനമൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് അവരിലൂടെയാണ്. അപ്പൊ ഇതാണ് എന്റെ ഒരു മൂവ്മെന്റിലുള്ള എൻട്രി എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു കാലയളവിന് ശേഷം ഒരു ജോലി കിട്ടുകയും പിന്നീട് ഫോർമേഷനിലൂടെ ഒക്കെ കടന്നു പോവുകയും ചെയ്തപ്പോൾ ഒരുപാട് തിരിച്ചറിവുകൾ ആദ്യമായിട്ട് സിക്സ് പില്ലേഴ്സിനെ പറ്റി കേൾക്കുന്നു, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടാകുന്നു. അതൊക്കെ വലിയ മാറ്റങ്ങൾക്ക് എന്റെ സ്വഭാവത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് കിട്ടിയതാണ് എൻ്റെ ഒരു ചെറിയ സെൽ ഗ്രൂപ്പ്. അപ്പം എന്റെ ഒരു സെൽ ഗ്രൂപ്പിൽ ഞാനിങ്ങനെ പറയുകയുണ്ടായി, എന്നെ ചേർത്ത് നിർത്താനായിട്ട് കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നത് കൊണ്ട് എന്റെ ലൈഫ് ഇങ്ങനെ മാറി. അപ്പൊ എന്തുകൊണ്ട് അവരെ പോലെ നമുക്ക് ചെയ്തുകൂടാ? നമുക്കും ആരെങ്കിലും ഒക്കെ കൂടെ ചേർത്ത് നിർത്തിക്കൂടാ? അവരുടെയൊക്കെ ജീവിതത്തിലും ഈ പറഞ്ഞ പോലത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ലേ എന്നുള്ളത്. അപ്പൊ അവിടുന്ന് കിട്ടിയ സപ്പോർട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് മുസഫയിൽ നമുക്ക് ഒരു കൽബ് എന്ന് പറഞ്ഞിട്ടൊരു 1 ഡേ പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ അതിന്റെ മൊബിലൈസേഷൻ ടീമിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് എന്റെ സെൽമേറ്റ് കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരു ടീമിന്റെ കൂടെ ചേർന്ന് അന്ന് ഞങ്ങൾ ചെയ്തത് എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മുസഫ അറിയാവുന്ന പോലെ ഒരുപാട് ലേബർ ക്യാമ്പുകളുള്ള ഏരിയ ആണ്. ഓരോ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ നേരെ ലേബർ ക്യാമ്പുകളിലേക്ക് പോകും, ആൾക്കാരെ കാണും, സംസാരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോഗ്രാമിന്റെ രജിസ്ട്രേഷൻ ഏകദേശം ഒരു 600+ രജിസ്ട്രേഷൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രജിസ്ട്രേഷൻ കൗണ്ടിനെക്കാട്ട് കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് മുസഫയിൽ ഒരു പള്ളി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ പള്ളി ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് പള്ളി വരാതിരിക്കുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അവിടെ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിന് ശേഷവും ഇത് കണ്ടിന്യൂ ചെയ്യണം, ഇങ്ങനെ ഔട്ട്റീച്ച് പോകുന്നത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ മുസഫയിൽ പുതിയ ഔട്ട്റീച്ചിന്റെ കോർ ടീം വന്നപ്പോൾ അതിന്റെ ഭാഗമാകാനായിട്ട് അവസരം ലഭിച്ചു. അങ്ങനെ ആ ഒരു കോർ ടീമിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട്, അതായത് ചെതറിക്കിടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ടൊക്കെ പഠിച്ചത്. ഒരു ടീമിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ നമ്മൾ പ്രെയർ ചെയ്യേണ്ട രീതികൾ, പിന്നെ ഒരുപാട് നല്ല തീരുമാനങ്ങൾ ആ ഒരു ടീമിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമ്മൾ ചൊവ്വാഴ്ച ഔട്ട്റീച്ചുകൾക്ക് പോകണം, എല്ലാ ദിവസവും ഔട്ട്റീച്ച് പോകണം, പക്ഷെ ചൊവ്വാഴ്ച ഔട്ട്റീച്ചിന്റെ ഒരു ദിവസമായിട്ട് നമ്മൾ മാറ്റി വെക്കണം എന്നുള്ള കാര്യങ്ങൾ. എല്ലാ മാസവും 2-ാമത്തെ വെള്ളിയാഴ്ച ചെറിയ പ്രെയർ പോകണം, എല്ലാ മാസവും 4-ാമത്തെ വെള്ളിയാഴ്ച പല ഏരിയകളിൽ പല ക്യാമ്പുകളിൽ ഔട്ട്റീച്ച് ചെയ്യുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒന്ന് പ്രാർത്ഥിക്കുക, അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക, അവരെ കേൾക്കുക എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ഒരാളെ കാണാൻ പോകുന്നതിന് മുമ്പ് അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ എന്ത് ചെയ്താലും അത് ക്രിസ്തുവിന് ആ ആത്മാവിനെ നമ്മൾ നേടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യമൊക്കെ ആ ടീമിന്റെ ഭാഗമായിട്ടിരുന്നപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ്. പിന്നീട് തന്നെ തിരിച്ചറിവാണ് ദൈവം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ജസ്റ്റ് ഒരു ജോലി നൽകി
അനുഗ്രഹിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ട് കർത്താവിന് എന്നെ പറ്റി അല്ലെങ്കിൽ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു, അതിന്റെ ഒരു പൂർത്തീകരണമാണ് നടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് പിന്നീട് ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊടുക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായത് പേഴ്സണലി അതെന്റെ ജീവിതത്തിലാണ്. അതെന്റെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, അല്ലെങ്കിൽ 6 പില്ലേഴ്സ് കുറിച്ച് ആഴപ്പെടാനായിട്ട് പറ്റി. ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടിരുന്ന ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ദിവസേന പോകാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മാറിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ, അതായത് നമ്മൾ പോയി കണ്ട ഒരാള് അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവന്റെ ദുശീലങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാര്, യുവജനങ്ങൾ, അവരൊക്കെ പിന്നീട് പയ്യെ 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 പള്ളിയിൽ വരുന്നു, മൂവ്മെന്റിന്റെ ഭാഗമാകുന്നു, ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരുന്നു. അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ചേട്ടൻ പറഞ്ഞാണ് നിലവിൽ ഇപ്പൊ യൂത്ത് ടീമിന്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ കൂടെ എന്റെ മിനിസ്ട്രി ഔട്ട്റീച്ച് ആണെന്നുള്ളതും, ആ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കാനും ആ മിനിസ്ട്രിക്ക് എന്തൊക്കെ രീതിയിൽ സപ്പോർട്ട് വേണോ അതൊക്കെ ചെയ്യാനും, ഇപ്പോഴും പുതിയ പിള്ളേരെ, ആളുകളെ പോയി കാണാനും സംസാരിക്കാനും അതിനുവേണ്ടി സമയം മാറ്റിവെക്കാനും സാധിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ചേട്ടൻ ആദ്യം പറഞ്ഞ, നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതുപോലെ തന്നെ നാളെ നമുക്ക് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ കൂടെ നമുക്ക് പേഴ്സണലി എനിക്ക് ധൈര്യമായിട്ട് തിരിച്ച് കയറി ചെല്ലാനായിട്ട് എനിക്കൊരു മിനിസ്ട്രി ഉണ്ട് എന്ന് പറയുന്നത്, ഔട്ട്റീച്ച് മിനിസ്ട്രി ആണെന്ന് പറയുന്നത്, അതെനിക്കൊരു ധൈര്യവും അതെനിക്കൊരു ആത്മവിശ്വാസം തരുന്ന ഒന്നോടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. താങ്ക് യു എബിൻ. എബിൻ ഇപ്പോഴും യൂത്ത് കോർഡിനേറ്റർ ആയിരിക്കുമ്പോൾ തന്നെയും എബിൻ്റെ പാഷനായ ഔട്ട്റീച്ച് മിനിസ്ട്രിയുടെ കൂടെ ചേർന്നുകൊണ്ട് എബിൻ ഔട്ട്റീച്ച് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നും ഒരു ഓഫീസില്ലെങ്കിലും ജോർജ് ചേട്ടനും എബിനും ലിൻഡോയൊക്കെ പറഞ്ഞ പോലെ തിരിച്ച് കയറാൻ പറ്റിയ ഒരു മിനിസ്ട്രി അവർക്ക് വളരെ ഐഡന്റിഫൈഡ് ആണ്. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് നമുക്ക് പോകാം. എന്തെങ്കിലും നമ്മൾ ചേട്ടൻ്റെ ക്ലാസ് നമ്മൾ കേട്ടു, പിന്നെ നമ്മുടെ ഷെയറിങ്സുകൾ നമ്മൾ കേട്ടു. നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം നമുക്ക് അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചോദിക്കാം. യെസ് ചേട്ടാ, മനു. രണ്ട് ചോദ്യമാണ്. അതായത് എൻ്റെ പേര് മനു എന്നാണ്. അപ്പം റുവൈസിലാണ്. അപ്പം ആക്ച്വലി ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ബിഷപ്പ് പാസ്റ്ററൽ വിസിറ്റിന് വന്നായിരുന്നു. അപ്പം പാസ്റ്ററൽ വിസിറ്റിന് വന്നപ്പോൾ ഇങ്ങനെ നമ്മള് ബിഷപ്പിനെ നമ്മൾ പ്രസന്റ് ചെയ്തായിരുന്നു, ഇങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസ് ഇതൊക്കെ പറയാണ്ട്. ബിഷപ്പ് പൗലോയാണ് വന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ ഇന്ന മിനിസ്ട്രിയാണ് ഇത്, ഇങ്ങനെ നമ്മൾ ഔട്ട്റീച്ചിന് പോകും, ഔട്ട്റീച്ച് മിനിസ്ട്രി, മ്യൂസിക് മിനിസ്ട്രി, ഓഡിയോ വിഷ്വൽ, അങ്ങനെ പല മിനിസ്ട്രീസിനെ പറ്റി നമ്മൾ ബിഷപ്പിന്റെ അടുത്തൊന്ന് ബ്രീഫ് ചെയ്തായിരുന്നു. അപ്പോഴത്തേനും ബിഷപ്പ് ആക്ച്വലി ഇത് കഴിഞ്ഞപ്പോഴത്തേനും കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ അതിനകത്ത് ബിഷപ്പ് ഒരു കാര്യം എന്തോ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു. അതായത് ഒരു കറക്ഷൻ പോലെയാണ് ആക്ച്വലി പറഞ്ഞത്. അതായത് ബിഷപ്പ് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ മിനിസ്ട്രി എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പം അതിപ്പോ ഞാന് ഇപ്പം ഒരു ബിഷപ്പ് ഇപ്പം അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ കമ്മീഷൻ ചെയ്യും, ഇങ്ങനെ പാരിഷിലെ യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലെക്ടേഴ്സ് അല്ലെങ്കിൽ കാറ്റക്കിസ്റ്റ്, അപ്പൊ അതിനെയാണ് നമ്മൾ മിനിസ്ട്രി എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഒരു എക്ലീസിയൽ അസോസിയേഷനിൽ നമ്മളൊരു ടീമിനെ നമ്മളിങ്ങനെ മിനിസ്ട്രി എന്ന് വിളിക്കുന്നത് അത് ആക്ച്വലി അപ്രോപ്രിയേറ്റ് അല്ല എന്നുള്ള രീതിയിൽ ബിഷപ്പ് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പൊ നമ്മൾ ഈ മിനിസ്ട്രിന്ന് നമ്മളൊരു വാക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു മിനിസ്ട്രിന്ന് ജീസുത്തിന്റെ ഉള്ളിലുള്ള ഒരു ടെർമിനോളജി ആണോ, അത് ജനറലി നമ്മൾ സഭയിൽ ഒഫീഷ്യലായിട്ട് നമ്മൾ മിനിസ്ട്രി എന്ന് വിളിക്കുന്നതാണോ എന്നറിയണം. അതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതായത് ഇപ്പൊ ഇങ്ങനെ നമുക്കൊരു മിഷൻ ഉണ്ട്, ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആശയങ്ങളുണ്ട്, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇതുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതൊരു എന്താ പറയുന്ന ഒരു ഫോർമൽ മിനിസ്ട്രി, ഞാൻ മറന്നുപോയി അതിന്റെ ടേം എന്താണ് ചേട്ടൻ യൂസ് ചെയ്തെന്ന്. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്, നമുക്കതിനെ അത് ഒരു നല്ല ഒരു മിഷനാണ്, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു ഇമ്പാക്റ്റ് ഒത്തിരി പേർക്ക് ഉണ്ടാകാം,
എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ അതിന് നമ്മൾ ജീസസ് യൂത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അത് ഡെവലപ്പ് ചെയ്ത് വരാൻ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളത്. ഇത് രണ്ടാണ് ചോദിക്കുന്നത്. വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മിനിസ്ട്രി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും, അതായത് സഭയിൽ ചിലർക്കെങ്കിലും മിനിസ്ട്രി എന്നുള്ളൊരു വാക്കിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അതായത് സഭ ഔപചാരികമായിട്ട് അംഗീകരിച്ച് നൽകുന്ന അതിലേറ്റവും പ്രധാനപ്പെട്ട മിനിസ്ട്രി വൈദികരുടെ തന്നെയാണ്. അതുകൂടാതെ ഇടവകളിലും രൂപതകളിലും ഒക്കെ ഔപചാരികമായിട്ട് തുടങ്ങുന്നതിനാണ് പലപ്പോഴും മിനിസ്ട്രി എന്ന് വിളിക്കുന്നത്. നമ്മൾ എങ്ങനെയോ പാരമ്പര്യമായിട്ട് മിനിസ്ട്രി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് വന്നു. ഒരു പരിധി കഴിഞ്ഞത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. സത്യം പറഞ്ഞാൽ നമുക്ക് അതിനേക്കാളും സിമ്പിളായിട്ടുള്ള മറ്റു വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ലത്. പക്ഷേ എളുപ്പത്തിൽ ഞാനത് കൊല്ലങ്ങളായിട്ട് പറയുന്നതാണ്. നമ്മൾ ക്യാമ്പസ് മിനിസ്ട്രി എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ഒരു ചർച്ചി വാക്കുകളാണ്. നമുക്ക് അതിനേക്കാളും ലളിതമായിട്ടുള്ള മറ്റ് രീതിയിലുള്ള ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നന്നായിരുന്നു. പക്ഷെ നമുക്ക് ഷിഫ്റ്റിംഗ് എളുപ്പമല്ല, കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ മിനിസ്ട്രി എന്നുള്ളൊരു വാക്കൊക്കെ ഉപയോഗിച്ച് പോയി. അതുകൊണ്ടാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഒട്ടുമുക്കാൽ മെത്രാന്മാർക്കും ആ പ്രശ്നം അവരാരും പറയാറില്ല. അപ്പോൾ ജീസസ് യൂത്ത് അങ്ങനെ മിനിസ്ട്രികളുണ്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ട്സിൽ മിനിസ്ട്രി എന്നുള്ളൊരു വാക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്റ്റലേറ്റ് എന്നുള്ളൊരു വാക്കാണ് സ്റ്റാറ്റ്യൂട്ട്സിൽ ഉപയോഗിക്കുന്നത്. അതാണ് സഭ ഉപയോഗിക്കുന്ന വാക്ക്. പക്ഷേ എങ്കിലും നമ്മൾ അപ്പോസ്റ്റലേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ നമുക്ക് വേണ്ടത് ചില നെറ്റ്വർക്ക്, ഞാൻ പലപ്പോഴും നെറ്റ്വർക്ക് എന്നുള്ളൊരു വാക്കൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. മറ്റേ നെറ്റ്വർക്ക്, മറ്റ് നമുക്ക് പുതിയ വാക്കുകൾ, മറ്റേ ഇനിഷ്യേറ്റീവ്. ഇവിടെയും ചിലപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ എങ്കിലും നമ്മൾ പാരമ്പര്യമായിട്ട് ആ മിനിസ്ട്രി എന്നുള്ളൊരു വാക്ക് കരിസ്മാറ്റിക് റിന്യൂവലിൽ നിന്ന് വന്ന് നമ്മൾ ഉപയോഗിച്ചു പോയി. അതാണ് നമ്മുടെ ഒരു വെല്ലുവിളി. ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് അങ്ങനത്തെ വാക്കുകളില്ലാതെ എങ്ങനെ പുതിയ വാക്കുകൾ ഉപയോഗിക്കാം, പുതിയ ലേബലുകൾ ഉപയോഗിക്കാം എന്നുള്ളതൊരു വെല്ലുവിളി തന്നെയാണ്. അതിനുവേണ്ടി യൂത്തിനും ഇത് പ്രശ്നമാണ്. നിങ്ങൾ ക്യാമ്പസ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ആരാ വരാൻ പോകുന്നത്? ക്യാമ്പസ് പ്രെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാ വരാൻ പോകുന്നത്? ക്യാമ്പസ് പ്രെയർ ഗ്രൂപ്പ് എന്നും ക്യാമ്പസ് മിനിസ്ട്രി എന്നും പറയുന്നതിന് പകരം അവർക്ക് സുപരിചിതമായ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുക, അവർക്ക് അരോചകമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക, അങ്ങനെ ആയിത്തീരുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നല്ലൊരു ചോദ്യം, നല്ലൊരു വെല്ലുവിളിയാണ് മനു ഇതെന്ന് പറയുന്നത്. UAE ബിഷപ്പ് അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത് എനിക്കും ഞാൻ ഈ കുറേ കൊല്ലങ്ങളായി പറയുന്നു. പക്ഷേ ജീസസ് യൂത്ത് നന്നാവില്ല. ജീസസ് യൂത്ത് ഇപ്പോഴും ഈ മൂരാച്ചി തരമേ ഉപയോഗിക്കുള്ളൂ. പ്രേയർ ഗ്രൂപ്പ് എന്നും പ്രൈസ് ദ ലോർഡ് എന്നും അല്ലെങ്കിൽ ഇങ്ങനെ മിനിസ്ട്രി എന്നും ഒക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് നശിച്ചുപോയി. നമ്മൾ മനുഷ്യരുടെ വാക്കുകളെന്ന് ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കാം. നല്ലത്. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ പറയും, എങ്ങനെയാണ് ഒരു ചെറിയ പ്രചോദനം, ആത്മാവ് നൽകുന്നൊരു പ്രചോദനം വളർന്ന് ഒരു സുവിശേഷവൽക്കരണ ശുശ്രൂഷയായി വളരുന്നത്, സർവീസായി വളരുന്നത്? ഇത് നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്നൊരു പ്രചോദനം ഇത് എങ്ങനെയാണ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ മനു ചോദിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഈ ഉണ്ടായത്, എങ്ങനെയാണ് റെക്സ് ബാൻഡ് ഉണ്ടായത്, എങ്ങനെയാണ് ക്യാമ്പസ് മിനിസ്ട്രി ഉണ്ടായത്, എങ്ങനെയാണ് നമ്മുടെ ഫാമിലി നെറ്റ്വർക്ക് ഉണ്ടായത്, എങ്ങനെയാണ് നമ്മുടെ ടീൻസിൻ്റെ ഇനീഷ്യേറ്റീവ് ഉണ്ടായത്? തീർച്ചയായിട്ടും ചിലതൊക്കെ എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്. ആരുടെയോ മനസ്സിൽ, അവരുടെ ചിന്തയിൽ, പ്രാർത്ഥനയിൽ കേട്ട. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ, ചിലപ്പോഴെങ്കിലും ഒരു ബാഡ് ന്യൂസിൽ നിന്നാണ്, ഒരു പ്രശ്നത്തിൻ്റെ നടുവിലാണ് ആത്മാവ് സംസാരിക്കുന്നത്, എനിക്കൊരു പ്രചോദനം കിട്ടുന്നത്, ഇങ്ങനെയൊന്ന് ചെയ്താലോ എന്നൊരു പ്രചോദനം കിട്ടുന്നത്. ആ പ്രചോദനം ഞാൻ വ്യക്തിപരമായി ഒന്ന് പ്രാർത്ഥിക്കണം. ആദ്യപടി. എനിക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത കിട്ടുമ്പോൾ ഞാൻ ആരെങ്കിലുമായിട്ടൊന്ന് പങ്കുവയ്ക്കണം. ഒരു ചെറിയ, എനിക്ക് സംസാരിക്കാൻ ആത്മവിശ്വാസം തോന്നുന്ന ആരെങ്കിലുമായിട്ടൊന്ന് പങ്കുവയ്ക്കണം. അങ്ങനെയാണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മളൊന്ന് പങ്കുവയ്ക്കണം. അപ്പോൾ ആ ആശയം ഒന്നുകൂടെ ഒന്ന് വളരും. പറ്റുമെങ്കിൽ നേതൃത്വത്തിലുള്ള ടീമുകളിലുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് ചുമ്മാ ഒന്ന് പങ്കുവയ്ക്കണം. അത് പലപ്പോഴും അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് പങ്കുവയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മാർഗ്ഗനിർദ്ദേശം കിട്ടും. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, സീനിയർ ആയിട്ടുള്ളവർ അത് ഈ വ്യക്തതയില്ലാത്ത ഈ ആശയങ്ങളോ ഒരു പ്രചോദനങ്ങൾക്കോ ഒരു പ്രോത്സാഹനം കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ഒന്ന് പ്രവർത്തിച്ച് നോക്കണം. അത് പിന്നെ കുറച്ചുകൂടെ ഒരു ടീമിൻ്റെ ആശയത്തിൽ, ഒരു ടീമിൽ അതൊന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അടുത്തൊരു പടിയിൽ അതൊന്ന് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ അതൊന്ന് പ്രവൃത്തിപഥത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ചില പോരായ്മകൾ കിട്ടുന്നത്. അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ അതൊരു ചെറിയ സ്റ്റെപ്പ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത്
അതിനാരുടെയെങ്കിലുമൊക്കെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ട് നമ്മളൊന്ന് തുടരണം. ഒരു പറഞ്ഞ് ഇപ്പോഴും ഒക്കെ ജീസസ് യൂത്ത് മിനിസ്ട്രി ഒന്നും ആവില്ല. നമ്മൾ കുറച്ച് വളർന്ന് കുറച്ചുകൂടെ ഒന്ന് പ്രവർത്തിച്ച് വരുമ്പോഴാണ് അത് ജീസസ് യൂത്തിന് വിളിക്കാവുന്ന ഒരു മിനിസ്ട്രി ആയിത്തീരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഈ ഒരു ആശയം ഒരു ചർച്ചയിലാകണം, നേതൃത്വത്തിലുള്ളവരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കണം, അവരുടെ പ്രോത്സാഹനത്തോടുകൂടെ നമ്മൾ തന്നെ ഒരു ചെറിയ ഗ്രൂപ്പ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം നമ്മുടേതായിട്ടുള്ള രീതിയിൽ. എന്നിട്ട് അതൊന്ന് അവലോകനം ചെയ്ത് ഒന്ന് പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയും വചന പഠനവും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകണം. അത് പടിപടിയായിട്ട് കൊച്ചു കൊച്ചു പടികൾ വെച്ചുകൊണ്ടൊന്ന് വളർത്തണം. ഇങ്ങനെയൊന്ന് എന്താണ് ഒരു വിധത്തിൽ ഒരു ഓർഗാനിക്കായിട്ടൊന്ന് വളരുകയാണ് വേണ്ടത് ഒരാശയം. താങ്ക് യു എഡി ചേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ലേഡീസിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ചോദിക്കാനുണ്ടോ മിനിസ്ട്രീസിനെ പറ്റിയിട്ട്? നമുക്ക് ഈ ഒരു അവസരം കുറച്ച് സമയം കൂടി നമുക്കുള്ളൂ. നമുക്ക് ക്വിക്കായിട്ട് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് എടുക്കാം. നമുക്ക് മെന്റിമീറ്ററിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ സ്റ്റെഫിനെ? ഇല്ല, മെന്റിമീറ്ററിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. മെന്റിമീറ്റർ ക്വസ്റ്റ്യൻസ് വരില്ല. ആ ഫോം ഇപ്പം ഷെയർ ചെയ്യണം കേട്ടോ. ഫോം മെന്റിമീറ്ററിന്റെ ഫോമോ ഗൂഗിൾ ഫോമോ? അല്ല, നമ്മൾ ചാറ്റ് ബോക്സിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം ക്വസ്റ്റ്യൻസ്. വന്നിട്ട് നമുക്ക് ഒരു ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കാനായിട്ട് ചേട്ടാ, നമുക്ക് ഈ മിനിസ്ട്രീസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു പണ്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ പ്രൈ ഗ്രൂപ്പ് ഇനീഷ്യൽ ട്രെയിനിങ്സിലൊക്കെ പറയാം ഒരു ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്ന പോലെ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചെയ്യരുത്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും പറയാനുണ്ടാവും മിനിസ്ട്രിയെ പറ്റിയിട്ട് പറയുമ്പോൾ? ഈ നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ പറയാതിരിക്കുകയാണ് നല്ലത്. ഞാൻ ചിലപ്പോഴെങ്കിലും വിചാരിക്കാറുണ്ട്, നമ്മുടെ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വരദാനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമായത് വരദാനങ്ങളുടെ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്പേർട്സ് വന്ന് പരിശീലിപ്പിച്ച് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. അവസാനം ഈ എല്ലാ ഡൂസും ഡോൺസും കേട്ടിട്ട് നമ്മൾ എന്താണ് എവിടെ കുത്തണമെന്ന് അറിയാൻ പാടില്ലാതെ കുത്തുകൊണ്ട് മരിക്കും എന്ന് പറയുന്ന കേട്ട് നമ്മൾ വരദാനങ്ങൾ എന്തോരം ട്രെയിനിങ് ആണ് നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിൽ വരദാനങ്ങളുടെ ട്രെയിനിങ് നടക്കുന്നത് എന്ന് പറയുന്നത്. മിനിസ്ട്രികളുടെ ട്രെയിനിങ് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർ ഷെയർ ചെയ്യണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അതിന് പ്രചോദനം വളരെ വ്യത്യസ്തമാണ് മിനിസ്ട്രികൾ. പക്ഷെ അതിൽ നമുക്ക് പറയാം ചില കൊച്ചു നല്ല കാര്യങ്ങളുള്ളത്. ഒന്ന്, നമ്മുടെ സ്വാർത്ഥതയോ നമ്മുടെ സ്വന്തം വഴിക്ക് ഒരു പരിധി കഴിഞ്ഞ് പോകലോ, അതിനൊക്കെ പകരം ഒരു തുറന്ന മനസ്സോടുകൂടെ കർത്താവിനെ കേൾക്കുകയും മറ്റുള്ളവരെ കേൾക്കുകയും അതല്ലെങ്കിൽ പറ്റുന്ന ആളുകളുടെ ഒരു സഹകരണം തേടി ഒക്കെ പോവുക. ഞാൻ പിന്നെ അത് ബാക്കി ടീമുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചിലത് പറഞ്ഞു. അവിടെ ടീമുകൾ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹനം നൽകുക. പിന്നെ അപകടമുള്ളത് ഇത് ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ ചെറിയ ആളുകളുടെ ഒരു പ്രൈവറ്റ് സ്വത്തായി തീരുന്ന സാധനം ധാരാളം മിനിസ്ട്രികൾ കരിസ്മാറ്റിക് നവീകരണത്തിലും ജീസസ് യൂത്തിൽ പോലും സംഭവിച്ചിട്ടുള്ളത് സ്വന്തമാക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണല്ലോ. പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരി എനിക്ക് തോന്നുന്നു നമ്മുടെ മനുഷ്യരുടെ പേടിയും പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള മടിയും നമ്മൾ എന്ത് സാധനവും പേടിച്ച് പുറകോട്ട് മാറലാണ് സുവിശേഷവൽക്കരണത്തിൻ്റെയും മിനിസ്ട്രികളുടെ ഏറ്റവും വലിയ തടസ്സം. ധാരാളം എൻകറേജ്മെൻ്റ് ഉള്ള, അബദ്ധം കാണിക്കാനായിട്ട് പ്രോത്സാഹനം നൽകുന്ന, അബദ്ധങ്ങൾ കാണിച്ചു കൊള്ളുക കുഴപ്പമില്ലെന്ന് പറയുന്ന ഈ പ്രോത്സാഹനവും സഹകരണവും പിൻബലവുമാണ് പ്രധാനപ്പെട്ടത്. ഏതെങ്കിലും ഗ്രൂപ്പിലെന്തോ ഇത് വന്നോ? ഞാൻ ഇല്ല. ഗ്രൂപ്പിലെ യെസ്, ഈസ് ദർ എനി ഹോം സ്കൂൾ ട്രെയിനിങ് സപ്പോർട്ട് ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് ഫോർ പാരന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ജീസസ് യൂത്ത്? ഇവിടെ 1-2 പ്രാവശ്യം നമ്മൾ 3-4 വർഷം മുമ്പ് ഇൻ്റർനാഷണലി ഹോം സ്കൂളേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരുന്നു. US അവർ കൂടുന്ന
ഒരു ഗ്രൂപ്പ് പലപ്പോഴും ലോക്കലാണ് കേട്ടോ. ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ US ധാരാളം പേര് ഹോം സ്കൂളാണ് ചെയ്യുന്നത്. അത് ലോക്കലി അവർ ഹോം സ്കൂളിംഗ് നെറ്റ്വർക്കുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു ആവശ്യം കണ്ടാൽ ആരെങ്കിലുമൊക്കെ മുൻകൈയെടുത്ത് തുടങ്ങുകയും നമുക്ക് സഹായിക്കാനും കൂടെ നിൽക്കാനായിട്ടും ധാരാളം പേര് GCUത്തിൽ തന്നെയുണ്ട്. സ്റ്റെപ്പ് എടുക്കലേ നിവൃത്തിയുള്ളൂ. സ്റ്റെപ്പ് എടുത്താൽ ബാക്കിയുള്ളവരുടെ ഹെൽപ്പ് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അവിടെ എനിക്ക് തോന്നുന്നു ഒരു നെറ്റ്വർക്ക് എന്ന് പറയാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇൻ്റർനാഷണലി, പക്ഷേ അതൊക്കെ എത്ര ആക്റ്റീവ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അന്ന് കുറേ സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ധാരാളം പേര് ഹോം സ്കൂളിംഗ് ചെയ്യുന്നുണ്ട്. എൻ്റെ മകനടക്കം. എൻ്റെ മകൻ മൂത്ത മകനൊന്നും GCUത്ത് അല്ല, പക്ഷേ എങ്കിലും അവർക്ക് ആക്റ്റീവ് ഹോം സ്കൂളേഴ്സാണ്. ഇഫ് ഐ ഹാവ് ക്ലിയർ പ്രോംപ്റ്റ് ടു ഡു സംതിങ്, ബട്ട് വെൻ ഐ അപ്രോച്ച് ടു അപ്രോപ്രിയേറ്റ് ലീഡേഴ്സ് ഓർ ടീം ബട്ട് ദേ റിഫ്യൂസ് ദാറ്റ് ടൈം വാട്ട് വി നീഡ് ടു ഡു. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് ഞാൻ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ വ്യക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സഹകരണം കിട്ടിയില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാകണം. ആശയം കളയരുത്. ലീഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആദ്യം തടസ്സം ഇടരുത്. പക്ഷേ ഞാൻ ആശയം കിട്ടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യേണ്ടത് ചിലപ്പോഴെങ്കിലും പങ്കുവെച്ചാൽ പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിൽ ഞാൻ വഴക്കിട്ട് മുന്നോട്ട് പോവുകയല്ല വേണ്ടത്, ക്ഷമാപൂർവ്വം നിൽക്കുകയാണ്. എന്നെപ്പോലെയുള്ളവർ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്ന എന്തോരം സജഷൻസ് ഇപ്പോഴും മൂവ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പല സജഷൻസും മൂവ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വർഷങ്ങളെടുത്തിട്ടുണ്ട്. പക്ഷെ അത് സാരമില്ല. ഈ ആശയങ്ങളല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, കൂട്ടായ്മയിൽ നിൽക്കുകയല്ലേ പ്രധാനപ്പെട്ടത്. അപ്പോൾ ക്ഷമാപൂർവ്വം നിൽക്കുക. തമ്പുരാൻ തരുന്ന പ്രചോദനമാണെങ്കിൽ നമ്മുടെ ഗമാലിയയിൽ പറഞ്ഞതുപോലെ അതുണ്ടാകും. ഞാൻ വഴക്കിട്ട് പോകരുത്, നിൽക്കണം. ഇത് എൻ്റെ ഭാഗത്തു നിന്ന് ഇതുണ്ടാകണം. പക്ഷേ ഞാനാണ് നേതൃത്വത്തിലുള്ളതെങ്കിൽ എന്ത് വിവരക്കേട് ആശയം കിട്ടിയാലും ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കണം, പറ്റുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. എക്വിപ്പ് സെയിൻസ് ഫോർ ദ വർക്ക് ഓഫ് ദ മിനിസ്ട്രി ഫോർ ബിൽഡിംഗ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. Ephesians 4:12. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചർച്ചകൾക്ക് വരാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ എട്ടി ചേട്ടാ. നമുക്കൊരു ചെറിയൊരു ഷെയറിംഗ് കൂടി ഉണ്ട്. നമ്മൾ ദുബായിൽ ഒരു സ്പോർട്സ് ഇവന്റ് ഉണ്ട്. ദുബായ് സെന്റ് മേരീസ് ചർച്ച് സാധാരണ ഹോസ്റ്റ് ചെയ്യുന്ന ഇവന്റ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മുടെ GCUത്തിൻ്റെ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ 2-3 ടീമുകൾ അതിലുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര് ഒരുമിച്ച് വരികയും GCUത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് വരികയും ഒരു ടീമായിട്ട് മത്സരിക്കുകയും പതിയെ അവരതൊരു മിനിസ്ട്രി ആയിട്ട്, ഒരു പുതിയ ഇനീഷ്യേറ്റീവായിട്ട് അത് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ വിശേഷങ്ങൾ പറയാൻ ഡാൾട്ടൻ ചേട്ടൻ അവിടെയുണ്ട്. ഡാൾട്ടൻ ചേട്ടാ, എങ്ങനെയാണ് ചേട്ടൻ സ്പോർട്സ് മിനിസ്ട്രി? അതെ, ഒരു കുറച്ച് പേര് ഒരുമിച്ച് കളിക്കാൻ വന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് നമ്മുടെ ഒരു GCUത്തിൻ്റെ ഒരു പുതിയ ഇനീഷ്യേറ്റീവായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ചേട്ടനൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. താങ്ക് യു. എന്നെ ഇതിൽ ക്ഷണിച്ചതിൽ താങ്ക്സ് സിർലെ. തീർച്ചയായിട്ടും നമ്മൾ ഡിജേട്ടൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതോടെ തന്നെ തുടങ്ങാം. അതായത് ആശയങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആശയങ്ങൾ കൊണ്ടു നടക്കണം. ആശയങ്ങൾ അതിൻ്റെതായ പൂർണ്ണതയിൽ ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അത് ഉറപ്പാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സ് പറയാണ്. എനിക്ക് പെട്ടെന്ന് ഒരു പോസിറ്റീവായിട്ട് പറയാൻ തോന്നുന്ന കാര്യം, ഇപ്പോൾ ഓൾറെഡി 10:16 അപ്പൊ ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഓൾവേസ് ബി വിത്ത് യൂത്ത്, സോ യു വിൽ ബി ഓൾവേസ് യൂത്ത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ സ്പോർട്സ് ഫെസ്റ്റിന്റെ സ്പോർട്സ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ 80s 90s 2000 അല്ലെങ്കിൽ അടുത്തത് എന്താ പറയാ അത്രയും അവിടെ മുതൽ 80 മുതൽ ഇപ്പോഴുള്ള ജെൻസി യുഗം വരെയുള്ള പിള്ളേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതും 70കളിൽ ജനിച്ച ഞാനാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ സന്തോഷിക്കുകയാണ് അക്കാര്യത്തിൽ. ഇപ്പോഴും എന്റെ യൗവനം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ഇവരോട് കൂടിയുള്ള ഇന്ററാക്ഷൻ ആണ് മെയിൻ ആയിട്ട്. അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് കടന്നാല് നമ്മുടെ ഈ ദുബായ് ആദ്യം തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ പള്ളീനെയാണ്. ദുബായ് സെന്റ് മേരീസ് പള്ളി
ഇത്രയും വലിയൊരു ഇനിഷ്യേറ്റീവ്, ഇത്രയും വലിയ പള്ളി, ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു സ്പോർട്സ് ഫെസ്റ്റ് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല. ജീസസ് യൂത്തിനും ഒരു എക്സ്ക്യൂസ് ഇല്ല. എന്തിന് അങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാനും യുവജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരാനും ഉള്ള ഉത്തരവാദിത്വം നമുക്ക് പ്രൈമറി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ നമ്മളത് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. നമ്മുടെ പൂർവികരായിട്ടുള്ള ജീസസ് യൂത്തുകാരിൽ എല്ലാവരും ആ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പോർട്സ് ഫെസ്റ്റ് തുടങ്ങിയത് മുതലേ നമ്മൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് മിനിസ്ട്രി ആയിട്ട് നമ്മൾ കണക്കാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം എല്ലാവരും പ്രാർത്ഥനയും ഒപ്പം എല്ലാം വേണം. ഒപ്പം ആരോഗ്യം സംരക്ഷിക്കുക, എക്സസൈസ് ഒക്കെ ചെയ്യുക, ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഉറപ്പെടുത്താണ്. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ, ഇത് നമ്മൾക്കറിയാം സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം പുറത്തു വരുന്നൊരു സമയമാണ് അല്ലെ. ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ സ്പോർട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം. അവിടെ എങ്ങനെ സംയമനം പാലിക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ സ്പോർട്സിലൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ സംയമനം, കാരണം നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ പുറത്തു വരും. ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും ഞാനിപ്പോ ജേഴ്സി ഇട്ടത് അതിന് വേണ്ടിയിട്ടാണ്. ഈ ലോഗോ വെച്ചിട്ടുള്ള ഒരു ജേഴ്സി ഇട്ടിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു മാതൃക ആയിരിക്കണം എന്നുള്ളത് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് തീർച്ചയായിട്ടും നമ്മൾ ആ എഫേർട്ട് പുതിയ യുവജനങ്ങൾ, ഇവിടെ ജീസസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല ഇതിൽ ആദ്യമായിട്ട് വരുന്നവരെ. അപ്പോ ഇതിലൂടെയാണ് ജീസസിലേക്കൊക്കെ ഔട്ട്റീച്ച് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് ഈ ലോഗോ കാണിച്ചിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഫെയർ പ്ലേ അവാർഡ്, ഇപ്പൊ നമ്മൾ IPL ഭാഷയിൽ പറഞ്ഞാല് അങ്ങനെ ഒരു അവാർഡ് ഇവിടെ നമുക്ക് കിട്ടുന്നില്ല ദുബായിൽ. പക്ഷേ ആ ഒരു അപ്രീസിയേഷൻ തീർച്ചയായിട്ടും നമ്മളുടെ ഓർഗനൈസിങ് കമ്മിറ്റിയിൽ നിന്നൊക്കെ എപ്പോഴും കിട്ടാറുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല്, സ്പെഷ്യലായിട്ട് പറയാമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രാർത്ഥിക്കുക, ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നതും അവസാനിപ്പിക്കും. തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ അവസാനിപ്പിക്കുക ഉറപ്പായിട്ടും നമ്മൾ പ്രാർത്ഥനാപൂർവ്വമാണ് നമ്മൾ നമ്മുടെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ പ്രാക്ടീസ് സെഷനോ അല്ലെങ്കിൽ ടൂർണമെന്റ് സെഷനോ അവസാനിപ്പിക്കാറുള്ളത്. അത് മറ്റുള്ളവർക്ക് ഭയങ്കര പ്രചോദനമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സ്ട്രീറ്റ് ക്രിക്കറ്റ് ഒക്കെ കളിക്കും ഞങ്ങളിവിടെ. സ്ട്രീറ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ചിലപ്പോൾ കളി കണ്ട എക്സൈറ്റ്മെന്റ് വന്നിട്ട് കുറെ അന്യമധ്യസ്ഥരടക്കം ആൾക്കാർ ചിലപ്പോൾ നമ്മളോട് കൂടെ ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ അവരോടും നമ്മളോട് കൂടെ ജോയിൻ ചെയ്യും, അവർ കളിക്കും, അവർ ഹാപ്പി ആയി. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ അവരും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മള് ചിലപ്പോൾ മലയാളത്തിൽ നിന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാറുണ്ട്. ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ടൂർണമെന്റിൽ തന്നെ ഫുട്ബോളിന്റെ മാച്ച് നടക്കുകയാണ്. അപ്പൊ ഫുട്ബോൾ ഒരു ടീമിന്റെ മാച്ച് കഴിഞ്ഞു. അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തീപ്പൊരി ടീമുകളായിരുന്നു. അപ്പൊ അവരൊക്കെ ഒരു ക്ലാഷ് വന്നു, ഒരു ഫ്രിക്ഷൻ വന്നു അവിടെ. അപ്പൊ ആ കളിയിൽ ചെറിയൊരു ബഹളവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അത് എൻഡ് ചെയ്തത് തന്നെ ഒരു നെഗറ്റീവ് മോഡലായിരുന്നു. അടുത്ത കളി നമ്മളുടെ ആയിരുന്നു. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ ജീസസ് യൂത്തിന്റെ ടീം ഒരു ഗ്രൂപ്പിൽ തന്നെ വന്നു വിട്ടു. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ, ആ ഗ്രൂപ്പിലുള്ള ജീസസ് യൂത്ത് ടീം ഒരുമിച്ച് ക്ലാഷ് ചെയ്യേണ്ട വന്നു. ഞങ്ങൾക്ക് ഏറ്റവും പെയിൻഫുൾ ആയിരുന്ന ഒരു വിഷമ സമയമായിരുന്നു. കാരണം നമ്മൾ ഒരാൾ തോറ്റു കഴിഞ്ഞാൽ ഒരാൾ പുറത്തു പോകുന്ന സാഹചര്യമായിരുന്നു. അപ്പോഴും അവർ പറഞ്ഞു നടക്കില്ല, നിങ്ങൾ പെർമനന്റ് ഞങ്ങൾ കളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒരുമിച്ച്. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാല്, അവിടുന്ന് ഫ്രിക്ഷൻ കഴിഞ്ഞ് ഇറങ്ങിപ്പോയവർ അവിടെ ബൂട്ട് കഴിക്കുന്നു. ഞങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ടീമുകൾ, 2 ടീമുകളും ബൂട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുന്നു. ആ സമയത്ത് ആ ഒരു വട്ടം ഞങ്ങൾ ഒരുമിച്ചാക്കി. 2 ഗ്രൂപ്പ്, അവർക്ക് അറിയില്ല, മറ്റുള്ളവർക്ക് അറിയില്ല 2 ജീസസ് എന്നുള്ളത് എംബ്ലം പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായുള്ളൂ. ഞങ്ങൾ ക്ലബ് ചെയ്ത് നിന്നിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ ഓട്ടോമാറ്റിക്കലി ഇറങ്ങിപ്പോവാൻ നിൽക്കുന്ന ആൾക്കാരാകുന്നു ഡൗൺ ആയി, കാമായി. എല്ലാവരും അത് കണ്ടപ്പോ ഭയങ്കര ഓ മൈ ഗുഡ്നസ്, അവര് വന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കേറാൻ പോകുന്ന ആൾക്കാരും അത് കാണാണ്. അപ്പൊ നമ്മൾ 4 ടീമുകളെ നമുക്ക് അതിൽ പ്രചോദിപ്പിക്കാൻ പറ്റും. ഒപ്പം ആ ഓർഗനൈസിങ് കമ്മിറ്റിയും അവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഭയങ്കര കാര്യമായി. കാരണം ഭയങ്കര ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് നിങ്ങൾ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ ഇത് ചെയ്തപ്പോ ഓട്ടോമാറ്റിക്കലി റിലാക്സ്ഡ് ആയി. അവര് പോണ വഴിക്കും കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് അവർ പിന്നെ പോയത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സാക്ഷ്യം നമ്മുടെ പള്ളിയിൽ കൊടുക്കാൻ പറ്റാറുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ഞാൻ പറയായിരുന്നു. പിന്നെ രണ്ടാമത്തെ വോളിബോൾ ഞങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു വോളിബോൾ ടീം. അത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ക്രിക്കറ്റ്, വോളിബോൾ, ബാസ്കറ്റ് പിന്നെ ഫുട്ബോൾ, അങ്ങനെ 4 കാറ്റഗറിയിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇത് പറയുകയാണെങ്കിൽ 6 ടീം പങ്കെടുത്തു. അതിൽ ക്രിക്കറ്റ് ടീമിലാണെങ്കിൽ ലേഡീസിന്റെ ഒരു ടീം പോലും ഇത്തവണ കഴിഞ്ഞ വർഷം നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വോളിബോളിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു ഇൻസിഡന്റ് ഞാൻ ഓർക്കായിരുന്നു. അതില് നമുക്ക് ആ ടീം മൊത്തത്തില് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായി പോയി. ടീം ഫോം ചെയ്യാനും സ്ട്രഗിൾ ചെയ്യായിരുന്നു. അവര് കളിക്കാൻ പറ്റിയില്ല. അവസാനം അവർക്ക് കളിക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് വീക്കിലും സെയിം ടൈമിൽ കളി ഉണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു പുതിയ ടീമിനെ അറേഞ്ച് ചെയ്യേണ്ട വന്നു.
അപ്പോ ഒരു കാര്യമേ ഉള്ളൂ, പള്ളി പറയുന്നത് കത്തോലിക്കരായിരിക്കണം എന്നുള്ളതാണ്, എംബ്രിസൈഡി ഉണ്ടാവണം. അപ്പൊ അത് അങ്ങനെ കണ്ടെത്തി കുറച്ച് പിള്ളേരെ നമ്മൾ കൊണ്ടുവന്നു. ഞാൻ കുറച്ച് ഇതാവുണ്ടോ, ലാഗാവുന്നുണ്ടോ സാറിലെ? ഇല്ലല്ലോ, ഹോപ്പ്ഫുള്ളി. ചേട്ടാ പറഞ്ഞോളൂ ചേട്ടാ, പെട്ടെന്ന് ഓക്കെ, ഞാൻ പെട്ടെന്ന് നമ്മുടെ ഈ അതെ പിന്നെ ഇതില് എന്തുണ്ടായെന്ന് വെച്ചാല്, ആ കളി എന്നാൽ അവസാനം നമ്മളെ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ടീമിനെ കൊണ്ടുവന്നു, ഓടിപ്പിടിച്ച് വന്നു. അവർക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തു. അവർ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഒരു മണിക്കൂർ മുമ്പ് വന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്തു, നമ്മൾ കളിച്ചു. നമ്മൾ ആദ്യത്തെ കളി 10 വരെ എടുത്തു, തോറ്റു. രണ്ടാമത്തെ കളിയിൽ നമ്മൾ 8 പോയിന്റ് എടുത്തു, നമ്മൾ തോറ്റു. പക്ഷെ നമ്മൾ തോറ്റു കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട്, ഓക്കെ. അപ്പൊ ഒരുത്തൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്, അവൻ എവിടെയാ വന്നിരിക്കുന്നത്, നമ്മൾ പള്ളിയിലാണ് അല്ലെ, ഓക്കെ. അവൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ കുർബാന കണ്ടോന്ന് ചോദിച്ചു. നാച്ചുറലി അന്ന് ഞായറാഴ്ചയാണ്. ഇല്ല, കുർബാന കണ്ടില്ല. അപ്പൊ ആളാകൊന്ന് ഫീൽ ചെയ്തു, എന്ത് പറ്റി? ഇല്ല, ഞാൻ 18 വർഷമായി ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ കുർബാന അറ്റൻഡ് ചെയ്തിട്ടില്ല. കത്തോലിക്കനാ. അവനൊരു 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫായിരുന്നു. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഓനെ ഒന്നും നോക്കാല്ലേ, പോയിട്ട് കുർബാന അറ്റൻഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഞാൻ അവർക്കായിരുന്നു അതുപോലെ അവര് കളിയുടെ താല്പര്യം കൊണ്ട് വന്നതാ. പക്ഷെ അവര് അതിലൂടെ കുർബാനയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഒരു ഇൻസിഡന്റ് എന്ന് പറയാം, ഓഫ്കോഴ്സ് കഴിഞ്ഞ വർഷം നമ്മള് ലേഡീസിന്റെ ടീം ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഡ്രീം ആയിരുന്നു. കുറച്ച് യുവതികളെ നമ്മൾ കണ്ടു. അവിടെ വെറുതെ ഒരു തമാശക്ക് ചോദിച്ചാൽ, നിങ്ങൾക്ക് സാധിക്കുമോ, ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വരാൻ പറ്റുമോ, അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അവർ പെട്ടെന്ന് അടുത്ത ദിവസം 4 പേര് വന്നു, പിന്നെ ഒരു 6 പേരായി. അങ്ങനെ അവസാനം 12 പേര് സെറ്റായി. ഞങ്ങൾ പെട്ടെന്ന് ടീം തട്ടുകൂട്ടി ശരിയാക്കി. ടെസ്റ്റിമോണി പറയാന്ന് വെച്ചാൽ ഷോർട്ടായിട്ട് പറഞ്ഞാല്, അവര് സെമി ഫൈനൽ വരെ എത്തി എന്നുള്ളതാണ്. ഇതുവരെ ബോൾ പോലും പിടിക്കാൻ അറിയാത്ത പെൺകുട്ടികൾ വന്നിട്ട് നമ്മൾ ആ പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് അവര് സെമി ഫൈനൽ വരെ എത്തി. അത് മാത്രം നല്ല ടീമുകളാണ് അവർ തോൽപ്പിച്ചത് തന്നെ. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ എനിക്ക് ഓർമ്മ വന്നു വെച്ചാൽ MTP ടീമായിട്ട് നമുക്ക് MTPയിലെ പിള്ളേര് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ക്ലബ് ചെയ്തിട്ട് നമ്മളൊരു എന്താ പറയാ ഫ്രണ്ട്ലി ക്രിക്കറ്റ് മാച്ച് കളിക്കുകയുണ്ടായി. അപ്പൊ കുറച്ച് എന്താ പറയാ ലേബർ ക്യാമ്പിലെ പിള്ളേരടക്കം വന്ന് നമ്മൾ അവരോട് കൂടെ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഞാൻ ടൈം ഷോർട്ട് ആയതുകൊണ്ട് ക്ലോസ് ചെയ്യാണ്. എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ ചോദിക്കാൻ കുറെ ഫോട്ടോസും വീഡിയോസും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പിന്നീട് സമയപൂർവ്വം കാണാം. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു അനുഭവങ്ങൾ, അതായത് 18 വർഷമായിട്ട് ഒരാള് ജീവിതത്തില് അല്ലെങ്കിൽ പള്ളിയിൽ പോലും വരാത്ത ഒരാള് പള്ളിയിലേക്ക് വരുന്ന നമ്മുടെ മിനിസ്റ്ററി കാരണമാകുന്നു. പിന്നെ അതായത് ഓരോ സമയത്തും പ്രാർത്ഥിക്കുന്നു, കളി തുടങ്ങുന്നതിന് മുമ്പ് അതിന് ശേഷവും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പിന്നെ എപ്പോഴും കുർബാനയ്ക്ക് ശേഷം, കുർബാന കഴിഞ്ഞിട്ട് മാത്രമാണ് ഇവർ കളിക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്തിരുന്നത്. പിന്നെ പ്രയർ ഗ്രൂപ്പിന്റെ ടൈമിങ്ങുകൾ ആ ഗ്രൂപ്പുകളിൽ ഇടുന്നു, ഓരോ കൂടുതലായിട്ടും യേശുവിലേക്ക് വരെ എൻകറേജ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് അറിയാം, ദുബായുടെ കോൺടെസ്റ്റിൽ പ്രയർ ഗ്രൂപ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് അവരുടെ ഒരു ഗ്യാതറിങ്ങിനെ ഒരു മിനിസ്ട്രി ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുറെ കൂടി ഫുൾ ഫ്ലെഡ്ജിൽ കുറെ പേരും യേശുവിലേക്കും മിനിസ്ട്രിയിലേക്ക് ദൈവത്തെ അറിയുന്ന തരത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് അവസാനം ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്. നമുക്ക് ചാറ്റ് ബോക്സിൽ ഒരു ഫീഡ്ബാക്ക് ഫോം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക്, നമ്മൾ ഈ ഒരു വെബിനാർ നമ്മുടെ ആദ്യത്തെ തുടക്കമാണ്. അതിനുശേഷം നമ്മൾ മിനിസ്ട്രീനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ചുകൂടിയും റീജിയൻ വൈസും നാഷണൽ വൈസും ഒക്കെ നമ്മൾ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. എഡിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും ഒരു ജീസസ് യൂത്തിന്റെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ ജീസസ് യൂത്തിന് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മിനിസ്ട്രീസിന്റെ ആവശ്യങ്ങളുണ്ട്. നമുക്ക് മിനിസ്ട്രീസ് ഒരുപാട് പുതിയത് കടന്നു വരുവാനും ആ മിനിസ്ട്രീസിനെ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ഫോം ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ അതിന് പെട്ടെന്ന് നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്യുവാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ഈ ഒരു മിനിസ്ട്രീസിന്റെ ഫോക്കസിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് സമയം ഇച്ചിരി കൂടിപ്പോയി. അപ്പം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ഒരു നിമിഷം ഈ ഒരു കണ്ണുകൾ അടയ്ക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് എല്ലാത്തിനും കൂടി ഒന്ന് സമർപ്പിക്കാം. നമ്മൾ കേട്ട സെഷൻസിനെയും നമ്മുടെ ഒന്ന് സഹായിച്ച എല്ലാ ഷെയറിങ്ങിനെയും എല്ലാത്തിനും ഒരിക്കൽ കൂടി നമ്മുടെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. കർത്താവെ, ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ എഡിച്ചേട്ടനിലൂടെ കർത്താവെ അയക്കപ്പെടുവാൻ, കർത്താവെ മറ്റുള്ളവരുടെ വേദനകൾ, കർത്താവെ ആ ഒരു നീഡിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുവാനും ഈശോയെ
അങ്ങനെ അവരെ സന്ദർശിക്കുവാനും അവരുടെ കൂടെ ആയിരിക്കുവാനും അങ്ങനെ ഒരു മിനിസ്ട്രിയുടെ നീഡ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനും കർത്താവെ ഞങ്ങളായിരിക്കുന്ന ഈ മൂവ്മെൻറ്റിനെയും അങ്ങയെയും കൂടുതൽ അറിയുവാനും അനുഗമിക്കുവാനും ഈ മിനിസ്ട്രീസിനെ ഞങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാ മിനിസ്ട്രീസിനും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. പല റീജിയനുകളിലും നാഷണലും എല്ലാ മിനിസ്ട്രികളെ ഓർക്കുന്നു. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എല്ലാ മിനിസ്ട്രികളിലേക്കും ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നീ മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും